So, good evening all. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വി ആർ ഡിസ്കസ്ഡ് അനീമിയ ഡിസ്കഷൻ കഴിഞ്ഞാൽ നമ്മളുടെ ലുക്കീമിയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ലുക്കീമിയ ഒരു ജനറൽ ഐഡിയ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ദ അക്യൂട്ട് ആൻഡ് ക്രോണിക് എന്നുള്ള ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ വി ഹാഡ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബോത്ത് ടൈപ്പ് ഓഫ് അക്യൂട്ട് മൈലോഡും അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ, രണ്ട് ടൈപ്പ് ഓഫ് ലുക്കീമിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So today നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദ ക്രോണിക് ലുക്കീമിയാസ്. ആക്ച്വലി ഞാൻ ആദ്യം വന്നിട്ട് ലിംഫോമ വരെ എടുക്കാൻ ഓർത്തായിരുന്നു, പക്ഷേ എന്തായാലും അത് തികയത്തില്ല. സോ ഇന്ന് നമ്മൾ ടു ടൈപ്പ് ഓഫ് ക്രോണിക് ലുക്കീമിയ, ക്രോണിക് മൈലോയിഡും ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മൈലോമയുടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഡിഫറൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മേജർ, എന്താണ് അക്യൂട്ട് അല്ലെങ്കിൽ എന്താണ് ക്രോണിക് ലുക്കീമിയ. സോ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാർട്ട് ഓർത്തിരിക്കുക. അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻ ഹീമോപോയറ്റിക് സ്റ്റെം സെൽസിൽ നിന്ന് കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻ ഹീമോപോയറ്റിക് സ്റ്റെം സെൽസ് വരുന്നു. അവിടുന്ന് ലിംഫോബ്ലാസ്റ്റും അതേപോലെ തന്നെ മൈലോബ്ലാസ്റ്റും. ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനായിരിക്കും? ഇമ്മച്വർ സെൽസിനായിരിക്കും ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ലിംഫോബ്ലാസ്റ്റ് അതായത് ലിംഫോയിഡ് സെൽസും അതേപോലെ തന്നെ മൈലോയിഡ് സെൽസും അറേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിംഫോബ്ലാസ്റ്റും കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സ് ആയിരിക്കും. ഈ ലിംഫോബ്ലാസ്റ്റിന് ആര് അറേസ് ചെയ്യുന്നു? ടി ലിംഫോസൈറ്റ്സും ബി ലിംഫോസൈറ്റ്സും അറേസ് ചെയ്യുന്നു. വൈൽ കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് ബ്ലാസ്റ്റോസൈറ്റ്സ് അല്ലെങ്കിൽ മൈലോയിഡ് സെൽസിൽ നിന്ന് ആരൊക്കെ വരുന്നു? എർത്രോസൈറ്റ്, കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എർത്രോസൈറ്റ്, അവിടെ നിന്ന് RBC വരും. കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മോണോസൈറ്റ്, അവിടെ നിന്ന് മോണോസൈറ്റ്സ് അറേസ് ചെയ്യും. ഗ്രാനുലോസൈറ്റിനകത്ത് ബേസോഫിൽ, ഇസ്നോഫിൽ, ന്യൂട്രോഫിൽ ആൻഡ് കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മെഗാകാരിയോസൈറ്റ്സ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ്സും അറേസ് ചെയ്യും. സോ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ അക്യൂട്ട് ലുക്കീമിയ ആൻഡ് ക്രോണിക് ലുക്കീമിയ നോക്കുവാണെങ്കിൽ, അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് അറേസ് ചെയ്യുന്നതായിരിക്കും? നമ്മുടെ ഈ ബ്ലാസ്റ്റ് സെൽസിൽ നിന്ന്. ബ്ലാസ്റ്റ് സെൽസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇമ്മച്വർ സെൽസ്. സോ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ് സെൽസിൽ നിന്ന് അറേസ് ചെയ്യുന്നതിന് ആ ഏതൊരു നമ്മുടെ നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്രോലിഫറേഷൻ ഉണ്ടാകുന്ന ഏത് സെൽസിനായിരിക്കും? നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് ബ്ലാസ്റ്റ് സെൽസിനായിരിക്കും ഇൻ അക്യൂട്ട് ലുക്കീമിയ. വയൽ നമ്മുടെ മെച്യൂർ സെൽസിനകത്തായിരിക്കും ക്രോണിക് ലുക്കീമിയയിൽ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ അക്യൂട്ട് ലുക്കീമിയ ഓഫ് ടു ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ആൻഡ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. Then today we are going to see about the chronic leukemias. So chronic leukemia കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പം ഈ ലിംഫോബ്ലാസ്റ്റിന്റെ സെൽസ് മെച്യൂർ സെൽസ് ഏതൊക്കെ വരും? ടി ലിംഫോസൈറ്റ്സും ബി ലിംഫോസൈറ്റ്സും വരും. അതിന്റെ മെച്യൂർഡ് സെൽസിൽ അറേസ് ചെയ്യണം അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ വന്നിട്ട് മെച്യൂർ ടി സെൽസ് ആൻഡ് ബി സെൽസ് ആണെങ്കിൽ അവിടെ വരുന്നതായിരിക്കും അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. അവിടെ വരുന്ന രണ്ട് ടൈപ്പിൽ നമ്മൾ മേജർ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ലുക്കീമിയ ആയിരിക്കും. ഒന്ന് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, അതേപോലെ തന്നെ ഹെയറി സെൽ ലുക്കീമിയയും ഇവിടെ നിന്ന് വരുന്നതായിരിക്കും. ഈ മെച്യൂർ സെൽസിൽ നിന്ന് അറേസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലിംഫോയിഡ് സെൽസിന് അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സിന്റെ മെച്യൂർ സെല്ലിൽ നിന്ന് അറേസ് ചെയ്യുന്നതായിരിക്കും ക്രോണിക് CLL-ഉം ഹെയറി സെൽ ലുക്കീമിയയും. ക്രോണിക് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയും ഹെയറി സെൽ ലുക്കീമിയയും ഇവിടെ നിന്ന് അറേസ് ചെയ്യുന്നതായിരിക്കും. വൈൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ RBC ഉണ്ട് ഇവിടെ, മോണോസൈറ്റ് ഉണ്ട് ഇവിടെ, ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് ഇവിടെ. ഇതിന്റെ എല്ലാத்தைയും കൂടെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് അറേസ് ചെയ്തിട്ട് നമ്മൾ എന്തെന്ന് പറയും? മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ എന്ന് പറയും. സോ വാട്ട് ഓൾ തിങ്സ് വിൽ കംസ് അണ്ടർ മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ? എന്തൊക്കെ വരും? RBC കൂടുവാണെങ്കിൽ പോളിസൈത്തീമിയ വരാം. ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാം? CML എന്ന് പറയാം. ആൻഡ് ഹിയർ പ്ലേറ്റ്ലെറ്റ്സ് കൂടുവാണെങ്കിൽ അതിനെ എസെൻഷ്യൽ ത്രോംബോസൈത്തീമിയ എന്ന് പറയാം നമുക്ക്. സോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പറയുന്നതായിരിക്കും മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് എന്തായിരിക്കും? CML ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് CML, chronic myeloid leukemia. Sorry. So നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ അക്യൂട്ട് രണ്ടിന്റെയും കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനി ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ എന്താ സംഭവിക്കുന്നത്? സോ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ എവിടെയായിരിക്കും? ഏത് സെല്ലാണ് മൾട്ടിപ്ലൈ ചെയ്യണത് അല്ലെങ്കിൽ ആ ഒരു അൺറെഗുലർ ആയിട്ടുള്ള പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് മെച്യൂർ ആയിട്ടുള്ള സെൽസിനകത്തായിരിക്കും ക്രോണിക് ലുക്കീമിയയിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് അബൌട്ട് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഫിലാഡൽഫിയ ക്രോമോസോം ഉണ്ടാകുന്നത് ഇവിടെ ആയിരിക്കും. വാട്ട് ഈസ് ദാറ്റ് ഫിലാഡൽഫിയ ക്രോമോസോം നോക്കുകയാണെങ്കിൽ 19 and 22 ക്രോമോസോം, 9 and 22 ക്രോമോസോം. ഈ രണ്ട് ക്രോമോസോമിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടായിരിക്കും. റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 9 ക്രോമോസോമിന്റെ ഒരു പാർട്ട് കറക്റ്റ് അതേ പാർട്ടിലുള്ള 22 ക്രോമോസോമിലെ ഒരു പാർട്ടുമായിട്ട് ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കും. അതിനാണ് നമ്മൾ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 9-22 22 ക്രോമോസോമിൽ തമ്മിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കും. ആ 22nd ക്രോമോസോമിനെ നമ്മൾ പറയുന്നതായിരിക്കും ഫിലാഡൽഫിയ ക്രോമോസോം. 9-ലുള്ള ABL ജീൻ വന്നിട്ട്
നമ്മുടെ 22 BCR ജീനിന്റെ കൂടെ വന്ന് അറ്റാച്ച് ആവും. അങ്ങനെ ഒരു BCR ABL ജീൻ അല്ലെങ്കിൽ ഒരു BCR ABL ഫ്യൂഷൻ പ്രോഡക്റ്റ് അവിടെ ഫോം ആകും. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതിന്റെ ഒരു പദോഫിസിയോളജി നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ഇവിടെ നമ്മുടെ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നു. അത് കാരണം 922, അതായത് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ ഓഫ് 9 and 22 ക്രോമോസോം വിൽ ഹാപ്പൻ. അതായത് 9ാമത്തെ ക്രോമോസോമിലെ ഒരു സെയിം പാർട്ടിലുള്ള ഒരു ജീൻ ഇവിടെ 22 വന്നിട്ട് വരും. അതിനാണ് നമ്മൾ 922 റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മുടെ അങ്ങനെ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ നടന്നിട്ടുള്ള ക്രോമോസോമിനാണ് നമ്മൾ ഫിലാഡൽഫിയ ക്രോമോസോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പദക്നോമിക് ആയിരിക്കും. എന്തിന്റെ? CML ഒരു പദക്നോമിക് ഫീച്ചർ ആയിരിക്കും ഫിലാഡൽഫിയ ക്രോമോസോം. സോ അങ്ങനെ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ 9ലുള്ള ABL ജീൻ എവിടെ വരുന്നു? നമ്മുടെ 22 വന്നിരിക്കും. സോ അവിടെ ഓൾറെഡി എന്തായിരിക്കും ഉള്ളത്? BCR ജീൻ ഉണ്ടായിരിക്കും. സോ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടൊരു ഫ്യൂഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. അതാണ് BCR ABL ഫ്യൂഷൻ പ്രോഡക്റ്റ്. വാട്ട് ദിസ് BCR ABL ഫ്യൂഷൻ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് വന്നിട്ട് തൈറോക്സിൻ കൈനേസിനെ സിന്തസിസ് ചെയ്യും. ഇത് വന്നിട്ട് ഇൻക്രീസ് ഇൻ സിന്തസിസ് ഓഫ് ദ തൈറോക്സിൻ കൈനേസ്. ഈ തൈറോക്സിൻ കൈനേസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് കുറെ ഗ്രോത്ത് ഫാക്ടർ പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻക്രീസ് ഇൻ ദ സിന്തസിസ് ഓഫ് തൈറോക്സിൻ കൈനേസ്, വാട്ട് വിൽ ഹാപ്പൻ? അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽസ് ഗ്രോത്ത് ഉണ്ടായിരിക്കും. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. ഏത് സെല്ല്? മെച്യൂർ സെൽസിന്റെ അൺകൺട്രോൾഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതായിരിക്കും വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ. ഓക്കെ, സോ എവിടെ ആയിരിക്കും? നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള മൈലോയിഡ് സെൽസിന്റെ ആയിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്, വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ഗ്രാനുലോസൈറ്റ്സിൽ ഇൻക്രീസ് ഉണ്ടായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയുടെ പതോഫിസിയോളജി. ഒന്നുകൂടെ പറയാം, മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. എവിടെയായിരിക്കും നമ്മുടെ ചേഞ്ച് ഉണ്ടാകുന്ന? റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. 9 and 22 ജീൻസ് തമ്മിൽ ആ ക്രോമോസോമിനെ നമ്മൾ 9 and 22 ക്രോമോസോം തമ്മിൽ ആ ക്രോമോസോമിനെ നമ്മൾ ഫിലാഡൽഫിയ ക്രോമോസോം എന്ന് പറയും. 9ലുള്ള ഒരു ABL ജീൻ എവിടെ വരുന്നത്? 22 വരും. അപ്പൊ 22 ഓൾറെഡി ഉള്ള BCR ജീനിന്റെ കൂടെ അത് നമ്മളൊരു ഫ്യൂഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ദാറ്റ് ഫ്യൂഷൻ കോംപ്ലക്സ് ഈസ് കോൾഡ് ആസ് BCR ABL ഫ്യൂഷൻ കോംപ്ലക്സ്. ഈ BCR ABL ഫ്യൂഷൻ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് വന്നിട്ട് തൈറോക്സിൻ കൈനേസിന്റെ സിന്തസിസിനെ ഇൻക്രീസ് ചെയ്യും. ഇറ്റ് വിൽ ഇൻക്രീസ് ദ സിന്തസിസ് ഓഫ് തൈറോക്സിൻ കൈനേസ്. ഈ തൈറോക്സിൻ കൈനേസ് ഒരു ഗ്രോത്ത്, നമ്മുടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെൽ ഗ്രോത്തിന് കാരണമാകും ഈ തൈറോക്സിൻ കൈനേസ്. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അൺകൺട്രോൾഡ് ഗ്രോത്ത് സെൽസ്. അതായിരിക്കും നമ്മുടെ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷന് കാരണമാകുന്നത്. എന്തിനായിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാക്കുന്നത്? മെച്യൂർ ആയിട്ടുള്ള മൈലോയിഡ് സെൽസിന്റെ ആയിരിക്കും, എസ്പെഷ്യലി ഗ്രാനുലോസൈറ്റ്സിന്റെ ആയിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ല്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ് അതിന്റെ ആയിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയുടെ പതോഫിസിയോളജി നോക്കുവാണെങ്കിൽ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും, ഈസി ഫറ്റീഗബിലിറ്റി, വീക്ക്നെസ്, വെയിറ്റ് ലോസ്, ഇതൊക്കെ ആയിരിക്കും മെയിൻലി ഒരു സിംറ്റം ആയിട്ട് കാണുന്നത്. നമുക്ക് എന്തായിരിക്കും? ഒരു ഇൻസിഡൻസ് പതുക്കെ കൊണ്ടൊരു ഓൺസെറ്റ് ആയിരിക്കും. ഈസി ഫറ്റീഗബിലിറ്റി, വേഗം തന്നെ ഫറ്റീഗ് ആകുന്നു, വീക്ക്നെസ് ഉണ്ടാകുന്നു, വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സിംറ്റത്തിലായിരിക്കും അധികം കേസസ് വന്നിട്ട് നിൽക്കുക. സോ ഈ ഒരു കേസസിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സ്മിയറിൽ നോക്കുവാണെങ്കിൽ അവിടെ WBC കൂടുതലായിരിക്കും. പക്ഷേ അവിടെ WBC കൂടുതലായിരിക്കുമ്പോഴത്തേക്ക് എല്ലാ മെച്യൂർ സെൽസ് ആയിരിക്കും അധികം ഉണ്ടായിരിക്കുന്നത്. ബ്ലാസ്റ്റ് സെൽസ് വളരെ ചെറിയ നമ്പറിൽ മാത്രമേ കാണത്തുള്ളൂ. Then will comes there ഒരു ആക്സിലറേറ്റഡ് ഫേസ് ഓഫ് ദ ഡിസീസ് വരും. ആക്സിലറേറ്റഡ് ഫേസ് ഓഫ് ദ ഡിസീസിൽ എന്ത് വരും എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് സഡൻ ആയിട്ടൊരു സ്പ്ലീനോമെഗാലി ഉണ്ടാകുന്നു. ആൻഡ് ഹിയർ കംസ് ദ ബ്ലാസ്റ്റ് ക്രൈസിസ്. ഒരു ആക്സിലറേറ്റഡ് ഫേസ് ഓഫ് ദ ഡിസീസ് വരുമ്പോഴത്തേക്ക് ഒരു സ്പ്ലീനോമെഗാലി ഉണ്ടായിരിക്കുന്നു. അതിനെ ഫോളോ ചെയ്തിട്ടൊരു ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായിരിക്കും. ഇവിടെ ബ്ലാസ്റ്റ് ക്രൈസിസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഈ ഇനീഷ്യലി വന്നിട്ട് എവിടെയായിരിക്കും നമ്മുടെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്? മെച്യൂർ സെൽസിലാണ്. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സർട്ടൻ പേഴ്സൺസിൽ ഇത് വന്നിട്ട് നമ്മുടെ ഇമ്മച്യൂർ സെൽസിനെ വന്നിട്ട് ആക്ട് ചെയ്ത് തുടങ്ങും. ഈ പ്രോലിഫറേഷൻ നോട്ട് ഓൺലി ഓൺ ദ മെച്യൂർ സെൽസ്, ഇമ്മച്യൂർ സെൽസിൽ ബ്ലാസ്റ്റിൽ കൂടെ ആക്ട് ചെയ്ത് തുടങ്ങും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ബ്ലാസ്റ്റ് ക്രൈസിസ് വിൽ ഒക്കർ. ഓക്കെ, ഈ ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായില്ല, ദാറ്റ് മീൻസ് ദ ഡിസീസ് ഈസ് ആക്സിലറേറ്റഡ്. ഡിസീസ് വന്നിട്ട് ആക്സിലറേറ്റഡ് ആയി ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇൻ കേസ് ഓഫ് CML. സോ യൂഷ്വലി വന്ന് നോക്കുവാണെങ്കിൽ ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും, ഈസി ഫറ്റീഗബിലിറ്റി ഉണ്ടായിരിക്കുക, ഒരു ആക്സിലറേറ്റഡ് ഫേസ് ഓഫ് ഡിസീസ് ഉണ്ടായിരിക്കും. ആക്സിലറേറ്റഡ് ഫേസ് ഓഫ് ഡിസീസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു സ്പ്ലീനോമെഗാലി വന്ന് അതിന്റെ കഴിഞ്ഞിട്ട്
നമ്മുടെ പെരിഫറൽ സ്മിയേഴ്സിനകത്ത് ബ്ലാസ്റ്റ് സെൽസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പറയാൻ നമ്മൾ ബ്ലാസ്റ്റ് ക്രൈസിസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടാകുന്നത്? ഇത് നമ്മുടെ ഈ ട്രാൻസ്ലൊക്കേഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഹീമോപോട്ടിക് ആയിട്ടുള്ള സെൽസിൽ തന്നെയാണ്. പക്ഷെങ്കിൽ അതിന്റെ നിയോപ്ലാസം അല്ലെങ്കിൽ ആ പ്രോലിഫറേഷൻ നടക്കുന്നത് മെച്യൂർ സെൽസിലാണ്. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ സർട്ടൻ പേഴ്സൺസിൽ എന്ത് സംഭവിക്കുന്നു, ഈ മെച്യൂർ സെൽസിൽ മാത്രമല്ല ബ്ലാസ്റ്റ് സെൽസിലോട്ട് അതിന്റെ ആക്ഷൻ വരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ബ്ലാസ്റ്റ് സെൽസും എക്സസ് ആയിട്ട് പ്രോലിഫറേറ്റ് ചെയ്യുന്നു, വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ബ്ലാസ്റ്റ് ക്രൈസിസ്. സോ once this blast crisis taken place, ബ്ലാസ്റ്റ് ക്രൈസിസ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ പേഷ്യന്റിൽ ആ ഡിസീസ് ഒരു ആക്സലറേറ്റഡ് ഫേസിലോട്ട് പോയി കഴിഞ്ഞു. ഇനി വന്നിട്ട് പേഷ്യന്റ് കുറച്ച് സമയമുള്ളൂ. ദാറ്റ് മീൻസ് ദ പ്രോഗ്നോസിസ് ഇസ് ബാഡ്. ഇനി ആ ബ്ലാസ്റ്റ് ക്രൈസിസ് ആയി കഴിഞ്ഞ പേഷ്യന്റിന്, അങ്ങനെയുള്ള ബ്ലാസ്റ്റ് ക്രൈസിസിൽ വന്ന CML, ആ CMLന് എന്ത് അറേസ് ചെയ്യാം? AML-ഓ ALL-ഓ അറേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആഫ്റ്റർ ബ്ലാസ്റ്റ് ക്രൈസിസ് CML-ന് എന്ത് അറേസ് ചെയ്യാം? ALL-ഓ AML-ഓ. നമ്മൾ പറയില്ലേ എന്തായിരിക്കും ബ്ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ എന്തായി? അക്യൂട്ട് വന്നു. സോ ക്രോണിക് ഓൾറെഡി CML ഉള്ള പേഷ്യന്റില് ബ്ലാസ്റ്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യാതെ ALL-ഓ അല്ലെങ്കിൽ AML-ഓ ഡെവലപ്പ് ചെയ്യായിരിക്കും. ആൻഡ് വൺസ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്തായിരിക്കും? പ്രോഗ്നോസിസ് ഈസ് ബാഡ് എന്നായിരിക്കും അതിന്റെ അർത്ഥം. So actually adults മോസ്റ്റ് കോമൺ ക്രോണിക് ലുക്കീമിയ എന്ന് പറയുകയാണെങ്കിൽ അത് ALL ആയിരിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അത് CML ആയിരിക്കും. ഓക്കെ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്രോണിക് ലുക്കീമിയ ഇൻ അഡൽട്സ് ഇൻ ഇന്ത്യ ഈസ് CML. അല്ലാണ്ട് വേൾഡ് വൈഡിൽ നോക്കുവാണെങ്കിൽ മോസ്റ്റ് കോമൺ ക്രോണിക് ലുക്കീമിയ ഇൻ അഡൽട്ട് ഏതായിരിക്കും? ALL ആയിരിക്കും. ലിംഫോസൈറ്റിക് ലുക്കീമിയ ആയിരിക്കും അഡൽട്സിൽ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും CML? ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം WBC കൂടുതലായിരിക്കും അല്ലെ, മെച്യൂർ സെൽസ് തന്നെ കൂടുതലായിരിക്കും. സോ WBC കൂടുതലായിരിക്കും. TLC ടോട്ടൽ കൗണ്ട് നോക്കുവാണെങ്കിൽ 1 lakhന് മേലെ കൂടിയിട്ടുണ്ടായിരിക്കും. ന്യൂട്രോഫിൽസ് ഇൻക്രീസ്ഡ് ആയിരിക്കും, ബേസോഫിൽ കൂടിയിട്ടുണ്ടായിരിക്കും, ഇസ്നോഫിൽസ് കൂടിയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ഫിലാഡൽഫിയ ക്രോമോസോമും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ വരും? WBC കൂടിയിട്ടുണ്ടായിരിക്കും, ന്യൂട്രോഫിൽസ് കൂടുതലായിരിക്കും, ബേസോഫിൽ ഇസ്നോഫിൽസ് എല്ലാം കൂടുതലായിരിക്കും, ഫിലാഡൽഫിയ ക്രോമോസോംസ് ഉണ്ടായിരിക്കും. ആൻഡ് അതൊരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിന്റെ ഒരു പതഗ്നോമിക് ഫീച്ചർ നമുക്ക് പറയാനായിരിക്കും ഫിലാഡൽഫിയ ക്രോമോസോം. ആൻഡ് ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് കൊടുക്കും? ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? തൈറോക്സിൻ കൈനേസിന്റെ സിന്തസിസ് കൂടുന്ന കാരണമാണ്. സോ ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നത് എന്തായിരിക്കും? തൈറോക്സിൻ കൈനേസ് ഇൻഹിബിറ്റർ ആയിരിക്കും അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. സോ അതായിരിക്കും ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിന്റെ പതോഫിസിയോളജി നോക്കുവാണെങ്കിൽ അവിടെ വന്നിട്ട് ഫിലാഡൽഫിയ ക്രോമോസോം ആകുമ്പോഴത്തേക്ക് ഒരു റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. ഏതൊക്കെ ക്രോമോസോം തമ്മിലായിരിക്കും? 9 and 22nd ക്രോമോസോം തമ്മിൽ ഒരു റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. ആൻഡ് അത് കാരണം എന്ത് അവിടെ ഫോം ആകുന്നത്? BCR ABL ഒരു ഫ്യൂഷൻ പ്രോഡക്റ്റ് ഫോം ആയിരിക്കും. BCR ABL 9 22 വരുന്നു. അവിടെയുള്ള BCR ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതാണ് BCR ABL ജീൻ. അത് എന്ത് ചെയ്യും? നമ്മുടെ തൈറോക്സിൻ കൈനേസിന്റെ സിന്തസിസിനെ ഇൻക്രീസ് ചെയ്യുന്നു. തൈറോക്സിൻ കൈനേസ് ആയിരിക്കും ആ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രോലിഫറേഷൻ ഓഫ് സെൽസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്. എങ്ങനത്തെ സെൽസിന്റെ ആയിരിക്കും അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്? എങ്ങനത്തെ സെല്ലിന്റെ ആയിരിക്കും? മെച്യൂർ ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ്സിന്റെ ആയിരിക്കും ഉണ്ടാകുന്നത്. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ അവിടെ ഇൻസീഡിയസ് ഇൻ ഓൺസെറ്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? മെയിൻലി എല്ലാ പേഷ്യന്റിലും കാണുന്ന സിംറ്റംസ് ഒരു ഏർലി ഫെർട്ടിഗബിലിറ്റി, വെയിറ്റ് ലോസ്, വീക്ക്നെസ്, അങ്ങനെ ആയിരിക്കും സിംറ്റംസ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതിന്റെ ഒരു ആക്സലറേറ്റഡ് ഫേസിലോട്ട് വരുമ്പോഴത്തേക്കായിരിക്കും സ്പ്ലീനോമെഗാലി വരും. നോർമലി വന്നിട്ട് എന്തായിരിക്കും? എന്റെ പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ CML മെച്യൂർഡ് സെൽസ് ആയിരിക്കും കാണുന്നത്. ദെൻ ആക്സലറേറ്റഡ് ഫേസിലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് ഇമ്മച്യൂർ സെൽസിനെയും കൂടെ അഫക്ട് ചെയ്യും. ഇമ്മച്യൂർ സെൽസിന്റെയും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നു. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ബ്ലാസ്റ്റ് ക്രൈസിസ്. സോ വൺസ് ബ്ലാസ്റ്റ് ക്രൈസിസ് ഈ CML പേഷ്യന്റിന് ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായാൽ അത് എന്തായിരിക്കും അതിന്റെ മീനിങ്? ദാറ്റ് മീൻസ് ആ പേഷ്യന്റിന് വന്നിട്ട് അത് ആ ഒരു ആക്സലറേറ്റഡ് ഫേസ് വന്നു കഴിഞ്ഞു. സോ ഇനി വന്നിട്ട് ടൈം വന്നിട്ട് കുറവായിരിക്കും. ദാറ്റ് മീൻസ് പ്രോഗ്നോസിസ് ഈസ് ബാഡ് ആയിരിക്കും. സോ ഈ ബ്ലാസ്റ്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ CML പേഷ്യന്റിൽ എന്ത് വേണമെങ്കിലും വരാം? AML-ഓ അല്ലെങ്കിൽ ALL-ഓ വരാം. ALL അക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബ്ലാസ്റ്റിനകത്തുള്ള പ്രോലിഫറേഷൻ ആയിരിക്കും. സോ വൺസ് ദി CML പേഷ്യന്റിൽ ബ്ലാസ്റ്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം? ഒന്നുകിൽ അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ അല്ലെങ്കിൽ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ അവർക്ക് ഡെവലപ്പ് ചെയ്യാം. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഗ്നോസിസ് വന്നിട്ട് ബാഡ് പ്രോഗ്നോസിസ് ആയിരിക്കും.
പിന്നെ നമ്മൾ പറഞ്ഞു ട്രീറ്റ്മെന്റ് എന്തായിരിക്കും, സോറി ഡയഗ്നോസിസ് എന്തായിരിക്കും. ഡയഗ്നോസിസ് വന്നിട്ട് WBC TLC കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ 3 ഇതും ബ്ലാസ്റ്റോസൈറ്റ്സ്, സോറി ഇസ്നോഫില്, ന്യൂട്രോഫില്, ബേസോഫിൽ, അത് 3 കൂടുതലായിരിക്കും. ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമ്മൾ തൈറോക്സിൻ ഇൻഹിബിറ്റർ ആയിരിക്കും. യൂഷ്വലി തൈറോക്സിൻ കാരിയേസ് ഇൻഹിബിറ്റർ ആയിരിക്കും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻലി ഒരു 30 to 80 ഏജ് ഗ്രൂപ്പിലായിരിക്കും അധികം ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗ്രാനുലോസൈറ്റ് ലുക്കീമിയ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് അഫക്ട് ദ ഗ്രാനുലോസൈറ്റ്സിനല്ല അഫക്ട് ചെയ്യുന്നത്. സോ അതിനെ ഗ്രാനുലോസൈറ്റ് ലുക്കീമിയ എന്ന് പറയും. ഓക്കെ, സോ ഇത്രയായിരിക്കും എന്ത് അക്യൂട്ട് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ കംസ് ദ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. സോ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ പറയുമ്പോൾ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ അറേസ്റ്റ് ചെയ്യുന്നത്? ബീറ്റാ സെൽ, ബി ആൻഡ് ടി സെൽ, സോറി ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ആയിരിക്കും അറേസ്റ്റ് ചെയ്യുന്നത്. സോ ഇതായിരിക്കും മോസ്റ്റ് കോമൺ ടൈപ്പ് അഡൽറ്റിൽ ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ ക്രോണിക് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ അത് CLL ആയിരിക്കും. ഇൻ ഇന്ത്യയിൽ അഡൽറ്റിൽ ഉണ്ടാകുന്ന കോമൺ എന്ന് പറഞ്ഞാൽ അത് CML ആയിരിക്കും. സോ ഇവിടെ പതോജനസിസ് നോക്കുവാണെങ്കിൽ എവിടെ ആയിരിക്കും ഒരു ക്ലോണൽ മാലിഗ്രൻസി ഓഫ് ദ ബി ലിംഫോസൈറ്റ്സ്. ഇവിടെ വന്നിട്ട് CLL നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? മെച്യൂർ ആയിട്ടുള്ള BO TO ലിംഫോസൈറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ. സോ ഇവിടെ വന്നിട്ട് ബി ലിംഫോസൈറ്റ്സിനകത്തായിരിക്കും ആ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ ദ ക്ലോണൽ മാലിഗ്രൻസി ഓഫ് ബി ലിംഫോസൈറ്റ്സ് ആയിരിക്കും എന്ത് റിസൾട്ട് ചെയ്യുന്നത്? ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയിൽ റിസൾട്ട് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഹിയർ? നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ദ നെയ്വ് ബി സെൽസിലായിരിക്കും ഉണ്ടാകുന്നത്. നെയ്വ് ബി സെൽസിലായിരിക്കും ഈ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ ഈ ബി സെൽസ് പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എക്സസ് ആയിട്ടുള്ള ബി സെൽസ് നമ്പർ വരുന്നു. സോ ഇത് എവിടെ പ്രോലിഫറേറ്റ് ചെയ്ത് വരുന്നത്? നമ്മുടെ ബോൺ മാരോയിൽ ഫിൽ ദ ബോൺ മാരോ. ദെൻ ഒരു ബോൺ മാരോ ഫിൽ ആയി കഴിയുമ്പോൾ എന്ത് പറ്റും? പെരിഫറൽ സർക്കുലേഷനിലേക്ക് അത് റിലീസ് ആകുന്നു. സോ പെരിഫറൽ സർക്കുലേഷനകത്ത് WBC ഇൻക്രീസ് ആകുന്നു, ലിംഫോസൈറ്റ്സ് ഇൻക്രീസ് ആകുന്നു. ഇതായിരിക്കും അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോണിക് പതോജനസിസ് എന്ന് പറഞ്ഞാൽ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. എന്തിന്റെ പ്രോലിഫറേഷൻ, നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഏത് സെല്ലിനായിരിക്കും ഉണ്ടാകുന്നത്? ബി ലിംഫോസൈറ്റ്സിനായിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. ദ നെയ്വ് ബി സെല്ലിനായിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കുറെ നെയ്വ് ബി സെൽസ് നമ്മുടെ ബോൺ മാരോയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബോൺ മാരോ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങോട്ടേക്ക് വരും? പെരിഫറൽ സർക്കുലേഷനിലേക്ക് വരും. പെരിഫറൽ സർക്കുലേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? WBC ഇൻക്രീസ് ആകും. ലിംഫോസൈറ്റ്സും WBC ബ്ലഡിലുള്ള പെരിഫറൽ സ്ഫിയറിലുള്ള WBC കൂടിയിട്ടുണ്ടായിരിക്കും, ലിംഫോസൈറ്റ്സും കൂടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ എസിംപ്റ്റമാറ്റിക്കും ഒരു മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റിൽ നോക്കുവാണെങ്കിൽ അത് എസിംപ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഫൈൻഡിങ്സോ ആയിരിക്കും ഉണ്ടായിരിക്കുക. മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ എസിംപ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഫൈൻഡിങ്സ് ലൈക്ക് വീക്ക്നെസ്, അനോറെക്സിയ, ഏർലി ഫെറ്റിഗബിലിറ്റി. നമ്മൾ നേരത്തെ CML പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ALL വന്നിട്ട് ഒരു മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റിൽ ഒരു എസിംപ്റ്റമാറ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു നോൺ സ്പെസിഫിക് ഫീച്ചേഴ്സ് ലൈക്ക് അനോറെക്സിയ, വീക്ക്നെസ്, ഏർലി ഫെറ്റിഗബിലിറ്റി അതൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ഇനി അവരിൽ വന്നിട്ട് നമ്മള് ഈ വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ് വരുമ്പോഴത്തേക്ക് അത് വന്നിട്ട് നമ്മുടെ REA സിസ്റ്റത്തിൽ പോയി എഫക്ട് ചെയ്യും. എവിടൊക്കെ വരും? നമ്മുടെ ലിംഫ് നോഡില്, ലിവറില്, സ്പ്ലീനില്, ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ നോർമലി നമ്മുടെ WBC അല്ലെങ്കിൽ സോറി ലിംഫോസൈറ്റ്സ് വന്നിട്ട് അങ്ങോട്ടേക്കായിരിക്കും പോകാനുള്ളൊരു ഇതുണ്ടായത് കൊണ്ട് നമുക്ക് അവിടെ അഫെക്ഷൻസ് അത് തന്നെ പറയാം. ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടായിരിക്കും, ഹെപ്പറ്റോമെഗാലി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടായി. ഈ നമ്മുടെ ALLന്റെ കൂടെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടായെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ പറയുന്നതായിരിക്കും സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. അക്യൂട്ട് ക്രോണിക് ലിംഫോ CLLന്റെ കൂടെ ക്രോണിക് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയുടെ കൂടെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടാകുവാണെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും, SLL. ഓക്കെ, ഇത് സിമിലർ ആണ്, സെയിം, വേറെ മാറ്റമൊന്നുമില്ല. നമ്മുടെ CLLന്റെ കൂടെ ഈ ജനറലൈസ്ഡ് ആയിട്ട് ലിംഫഡിനോപ്പതി ഉണ്ടായാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. ദെൻ ഹെപ്പറ്റോമെഗാലി ഉണ്ടായിരിക്കും അവിടെ. അതേപോലെ തന്നെ ഹൈപ്പോഗാമ ഗ്ലോബിനൂമിയ ഉണ്ടാകും. കാര്യം എന്തായിരിക്കും വെച്ചാൽ അവിടെ ഗ്ലോബിനീമിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നെയ്വ് ബി സെൽസ് കൂടുതൽ വരുന്നുണ്ട്, പക്ഷെ നെയ്വ് ബി സെൽസ് വന്നിട്ട് നോർമൽ ആയിട്ടുള്ള ബി സെൽസിനെ സപ്രസ് ചെയ്തു. നോർമൽ ബി സെൽസിൽ ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? പ്ലാസ്മ സെൽസിന് എന്ത് വരണം? നമുക്ക് ആന്റിബോഡീസ് വരണം. അവിടെ ആ ആന്റിബോഡിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഈ എക്സസ് ആയിട്ടുള്ള നെയ്വ് ബി സെൽസ് നോർമൽ ആയിട്ടുള്ള ബി സെൽസിനെ സപ്രസ് ചെയ്യുന്നു. അത് കാരണം ആന്റിബോഡിയുടെ പ്രൊഡക്ഷൻ കുറയുന്നു. സോ ഹൈപ്പോഗാമ ഗ്ലോബിനൂമിയ ഉണ്ടാകുന്നു. അത് കാരണം തന്നെ എന്തുണ്ടാക്കും? അവിടെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും ഇൻ CLL.
ആൻഡ് ഇത് കാരണം നമുക്ക് എന്ത് പറ്റുന്നു, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാകും. വീണ്ടും അതിന്റെ റീസൺ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയയും ത്രോംബോസൈറ്റോപീനിയ ഉണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഈ നേവ് ബി സെൽസ് കാരണമല്ല, നമ്മുടെ ഈ നോർമൽ ബി സെൽസ് ഇല്ലേ, ഈ നോർമൽ ബി സെൽസിന്റെ നോർമൽ ആക്ഷനെ നേവ് ബി സെൽസ് അതുകൊണ്ട് സപ്രസ് ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നേവ് ബി സെൽസിന്റെ ആക്ഷൻ ഓൺ ദിസ് നോർമൽ ബി സെൽസ് ആയിരിക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടായിരിക്കുന്നു, ഇവിടെ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവും. ഓക്കെ, സോ ഒന്നും കൂടെ പറയാം. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ, ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഇവിടെ മെച്ചൂർ സെൽ, ക്രോണിക് എന്ന് പറയുമ്പോഴേ മെച്ചൂർ സെൽസിലായിരിക്കും അഫക്ഷൻ ഉണ്ടായിരിക്കുന്നത്. സോ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ എവിടെയായിരിക്കും എഫക്ട് ചെയ്യണത്, ബി ലിംഫോസൈറ്റ്സിലായിരിക്കും എഫക്ട് ചെയ്യണത്. അവിടെ നെയ്വ് ബി സെൽസിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും, നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് നെയ്വ് ബി സെൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ, കുറെ നെയ്വ് ബി സെൽസ് വന്ന് നമ്മുടെ ബോൺ മാരോയിൽ ഫിൽ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് അത് എങ്ങോട്ടേക്ക് സ്പിൽ ഔട്ട് ചെയ്യും, നമ്മുടെ പെരിഫറൽ ബ്ലഡിലോട്ട് വരും. ദെൻ അപ്പൊ നമ്മുടെ പെരിഫറൽ ബ്ലഡിൽ എന്ത് കാണും, WBCയുടെ നമ്പർ കൂടുതലായിരിക്കും, ലിംഫോസൈറ്റ്സും കൂടുതലായിരിക്കും. സോ ഇതിന്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ സിംറ്റമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് സിംറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വീക്ക്നെസ്, അനറെക്സിയ, ഈസി ഫറ്റിഗബിലിറ്റി, അങ്ങനെയുള്ള നോൺ സ്പെസിഫിക് സിംറ്റംസ് ആയിരിക്കും അധികം ആളുകളിലും ഉണ്ടായിരിക്കുക. ഇനി അതല്ലാണ്ട് വേറെ എന്തൊക്കെ സിംറ്റംസ് വരാം, ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി വരാം, ഹെപ്പറ്റോമെഗാലി വരാം, ഹൈപ്പോഗ്ലാമഗോബിനൂമിയ വരാം, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് ത്രോംബോസൈറ്റോപീനിയ, ഇത്തരം കാര്യങ്ങൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വരാം. സോ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി ഉണ്ടാകുമ്പോഴത്തേക്ക്, ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി എലോങ് വിത്ത് ദ CLL, അതിനെ നമ്മൾ എന്തെന്ന് പറയും, സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. നമ്മുടെ CLLന്റെ കൂടെ ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. ഓക്കെ, ഇനി ഹെപ്പറ്റോമെഗാലി ഉണ്ടാകാം, ഹൈപ്പോഗാമഗ്ലോബിനൂമിയ, നമുക്കറിയാം ബി സെല്ലിനാണ് പ്ലാസ്മ സെൽസ് വരുന്നത്, പ്ലാസ്മ സെൽസിനാണ് ആന്റിബോഡി ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്താ വരുന്നത്, ഇവിടെ നെയ്വ് ബി സെൽസ് നോർമൽ ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഈ നെർവ് ബി സെൽസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ബി സെൽസിന്റെ ആക്ടിവിറ്റിനെ സപ്രസ് ചെയ്യും. സോ നോർമൽ ആയിട്ടുള്ള ബി സെൽസിന്റെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യുന്ന കാരണം ആന്റിബോഡി പ്രൊഡക്ഷൻ അവിടെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹൈപ്പോഗാമഗ്ലോബിനൂമിയ ഉണ്ടായിരിക്കും. ആൻഡ് നോർമൽ ആയിട്ടുള്ള ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല. സോ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും ഇൻ CLL. ഇനി നോർമൽ ബി സെൽസിന് നോർമൽ ആയിട്ടുള്ള ആന്റിബോഡി പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല, പകരം അവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓട്ടോ ആന്റിബോഡീസ് എന്ത് സംഭവിക്കും, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയയും ഓട്ടോ ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും. ഓക്കെ, സോ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് ത്രോംബോസൈറ്റോപീനിയ വിൽ ഒക്കർ ഇൻ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ഡയഗ്നോസിസ് എങ്ങനെ ആയിരിക്കും, ഇതിന്റെ ഡയഗ്നോസിസ് വന്നിട്ട് വേരിയബിൾ ആയിരിക്കും. ഇനി ഇതിന്റെ ഒരു പ്രോഗ്നോസിസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിന് മേലെ അതിനൊരു ഒരു കോംപ്ലിക്കേഷൻ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സ് വരയ്ക്കൊക്കെ അവർക്ക് ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും ഈവൻ ആഫ്റ്റർ ഡയഗ്നോസിങ് ഓഫ് ദ ഡിസീസ്. ഒരു ആവറേജ് പറയുന്നത് 3 to 4 to 6 ഇയർ ആയിരിക്കും ഒരു മീൻ സർവൈവൽ പറയുന്നത് അവർക്ക്. ആൻഡ് സോ മോസ്റ്റ് ഓഫ് ദി പേഷ്യന്റ് ഒരു 10 ഇയേഴ്സിന് മേലെ അവർക്ക് ഒരു സർവൈവൽ റേറ്റ് പറയുന്നുണ്ട്. അവരിൽ മിക്കവാറും ഡെത്ത് ഉണ്ടാവുന്നത് ഈ ഒരു ALLന്റെ കാരണം ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസ് ഒക്കെ വന്നിട്ടായിരിക്കും അവരിലേക്ക് ഡെത്ത് ഉണ്ടാവുന്നത്. ഒരു മീഡിയൻ സർവൈവൽ റേറ്റ് പറയുന്നത് 4 to 6 ഇയേഴ്സ് ആയിരിക്കും. ഇനി സം പേഷ്യന്റിൽ അഗ്രസീവ് കോസ് ഉണ്ടാവും. ഈ ഡിസീസ് ചില ആളുകൾ വന്നിട്ട് ഒരു അഗ്രസീവ് കോസിലേക്ക് പോകും. അഗ്രസീവ് കോസിൽ പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഡിസീസ് അന്നേരം എന്ത് പറയും, ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ ആയിട്ട് മാറും. ഇൻ സർട്ടൺ പേഷ്യന്റ് ഇതൊരു അഗ്രസീവ് ഫോമിലോട്ട് പോകും. അപ്പൊ ആ ഡിസീസ് അപ്പൊ നമ്മുടെ ALL എന്തായിട്ട് മാറുന്നു, ALL വിൽ ചേഞ്ച് ഇൻ ടു ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ ആയിട്ട് മാറും. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്നതായിരിക്കും ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് റിച്ചർഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. നമ്മുടെ ALLല് സർട്ടൺ പീപ്പിൾ അല്ലെങ്കിൽ സർട്ടൺ പേഷ്യൻസിൽ ഒരു റാപ്പിഡ് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് കോഴ്സിൽ മാറും. ആൻഡ് അതിന് നമ്മൾ പറയുന്നതായിരിക്കും അഗ്രസീവ് ഫോമിലേക്ക് ആകുമ്പോഴത്തേക്ക് അതിനെ പറയുന്നതായിരിക്കും ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ. ആൻഡ് ദിസ് ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ CLL ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമയായിട്ട് മാറുന്നതിന് നമ്മൾ ആ പ്രോസസ്സിനെ പറയുന്നതായിരിക്കും റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ. ഇത് വന്നിട്ട് സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ലെസ് ദാൻ 1 ഇയർ മാത്രമേ സർവൈവൽ ഉണ്ടായിരിക്കുള്ളൂ അവർക്ക്. ഒരു മിനിറ്റ്. സോ നോർമലി നോക്കുവാണെങ്കിൽ അവരുടെ സർവൈവൽ റേറ്റ് കുറച്ചുകൂടെ വേരിയബിൾ ആണെങ്കിലും ഒരു 4 to 6 ഇയർ വരെയും മീൻ സർവൈവൽ റേറ്റ് ഉണ്ടായിരിക്കും അവർക്ക്.
പക്ഷെ സർട്ടൺ പേഷ്യന്റിൽ ഇത് വന്നിട്ട് ഒരു അഗ്രസീവ് കോഴ്സിലേക്ക് പോകും. അഗ്രസീവ് കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഡിസീസ് എന്തായിട്ട് മാറും? ഡിഫ്യൂസ് ലാർജ് ബി-സെൽ ലിംഫോമ ആയിട്ട് മാറും. എന്ത്? നമ്മുടെ CLL ഒരു ഡിഫ്യൂസ് ലാർജ് ബി-സെൽ ലിംഫോമ ആയിട്ട് മാറും. ആ പ്രോസസ്സിനെ പറയുന്നതായിരിക്കും എന്ത്? റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ആസ് റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അവർക്ക് വന്നിട്ട് അവിടെ പ്രോഗ്നോസിസ് വന്നിട്ട് വെരി ബാഡ് ആയിരിക്കും. സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ലെസ് ദാൻ 1 year മാത്രമേ സർവൈവൽ ഉണ്ടായിരിക്കുള്ളൂ ഇഫ് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഡിഫ്യൂസ് ലാർജ് ബി-സെൽ ലിംഫോമ ആയി കഴിഞ്ഞാൽ. ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കും? ഡയഗ്നോസിസ് വന്നിട്ട് WBC കൂടുതലായിരിക്കും. അവിടെ കാണുന്നതാണ് സ്മഡ്ജ് സെൽ അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽസ് കാണും. സ്മഡ്ജ് സെൽ നമ്മുടെ ഈ ലിംഫോസൈറ്റ് തന്നെ ആയിരിക്കും. ഇതിന് വന്നിട്ട് ഈ നെയ്വ് ബി-സെൽസ് നമ്പർ കൂടുതലുണ്ടെങ്കിലും അതിന്റെ മെമ്പറൈൻ ഒക്കെ വന്നിട്ട് അത്ര ഹെൽത്തി ആയിരിക്കില്ല. അത് കാരണം നമ്മൾ ഈ സ്റ്റെയിനിങ്ങിന്റെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ സെൽ മെമ്പറിലൊക്കെ വന്നിട്ട് ചേഞ്ചസ് ഉണ്ടാകും ഷേപ്പിന്. അത് കാരണമായിരിക്കും ഈ സ്മഡ്ജ് സെൽ അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽ അപ്പിയറൻസ് ഉണ്ടാകുന്നത്. അത് എവിടെ കാണും? നമ്മുടെ CLL കാണുന്നതായിരിക്കും സ്മഡ്ജ് സെൽ അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽസ്. പിന്നെ ഇമ്യൂണോഫിനോഗ്രഫി ചെയ്യുമ്പോഴത്തേക്ക് ബി ലിംഫോസൈറ്റ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് മാർക്കർ ആയിരിക്കും CD20, CD10 കാണും. അതേപോലെ തന്നെ CD5 കാണും. CD5 നോർമലി വന്നിട്ട് T-സെൽസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എങ്കിൽ നെയ്വ് ബി-സെല്ലിലും CD5 പ്രസന്റ് ആയിരിക്കും. സോ CD5ന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും നമ്മൾ പറയുന്നത്? CLL ആയിരിക്കും നമ്മൾക്ക് പറയാം. സോ ഇതായിരിക്കും ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. സോ ക്രോണിക് ലുക്കീമിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ നമ്മുടെ ഫിലാഡൽഫിയ ക്രോമോസോമിന്റെ കാര്യം പറഞ്ഞു. ഒരു റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. എവിടെയൊക്കെ 9 and 22 ജീൻ തമ്മിൽ 9 ജീനില് 22 ജീൻ തമ്മിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്ന കാരണം അവിടെ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും അത്? BCR-ABL കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഈ BCR-ABL കോംപ്ലക്സ് എന്ത് റിസൾട്ട് ചെയ്യും? ഇൻക്രീസ്ഡ് സിന്തസിസ് ഓഫ് തൈറോസിൻ കൈനേസിന് കാരണമാകും. ഈ തൈറോസിൻ കൈനേസിന് സെല്ലുലാർ ഗ്രോത്ത് ഫാക്ടറുടെ കുറെ റോൾ ഉണ്ടായത് കാരണം വാട്ട് വിൽ ഹാപ്പൻ? ഈ തൈറോസിൻ കൈനേസ് ആയിരിക്കും നമ്മുടെ ഈ നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷന്റെ കാരണമാകുന്നത്. സോ ഹിയർ ഏത് സെല്ലായിരിക്കും പ്രോളിഫറേഷൻ ഉണ്ടാകുന്നത്? മെച്യൂർ ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ്സിനകത്തായിരിക്കും ഈ നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഉണ്ടാകുന്നത് ഇൻ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടായിരിക്കും? വേഗമായിട്ട് ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ഈസി ഫെറ്റിഗബിലിറ്റി, വീക്ക്നെസ്, വെയിറ്റ് ലോസ്, ഇങ്ങനെയുള്ള വേഗ് സിംറ്റംസ് ആയിരിക്കും അധികം ഉണ്ടായിരിക്കുക. ഇനി ഒരു ആക്സിലറേറ്റഡ് ഫേസിലോട്ട് പോകുമ്പോഴത്തേക്കായിരിക്കും സ്ക്ലീനോമെഗാലി വരും. അതേപോലെ തന്നെ എന്ത് വരും? ബ്ലാസ്റ്റ് ക്രൈസിസ് വരും. ബ്ലാസ്റ്റ് ക്രൈസിസ് വരുന്നതിന്റെ വരാനുള്ള കാരണം എന്തായിരിക്കും? ക്രോണിക് എന്ന് പറയുമ്പോൾ യൂഷ്വലി മെച്യൂർ സെൽസിനെ മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം സർട്ടൺ പേഷ്യൻസിനകത്ത് എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ നിയോപ്ലാസ്റ്റിക് ആക്ടിവിറ്റി മെച്യൂർ സെൽസിന് മാത്രമല്ല ബ്ലാസ്റ്റ് സെൽസിന് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ബ്ലാസ്റ്റ് സെൽസും പ്രോലിഫറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായിരിക്കും. ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? പേഷ്യന്റില് അല്ലെങ്കിൽ ഈ പേഷ്യന്റിൽ വന്നിട്ട് ഡിസീസ് ഒരു ആക്സിലറേറ്റഡ് ഫേസിലേക്ക് പോയി കഴിഞ്ഞു. സോ ഇനി പേഷ്യന്റ് വന്നിട്ട് ടൈം കുറവായിരിക്കും, പ്രോഗ്നോസിസ് ബാഡ് ആയിരിക്കും. ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള CML എന്ത് വരാം? ALL-ഓ AML-ഓ ഡെവലപ്പ് ചെയ്യാം. കാര്യം അക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബ്ലാസ്റ്റിന്റെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നതാണ് അക്യൂട്ട്. സോ ഈ CML പേഷ്യന്റില് ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ALL-ഓ AML-ഓ വരാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്നോസിസ് വെരി ബാഡ് ആയിരിക്കും. പിന്നെ ഡയഗ്നോസിസ് നമ്മൾ പറഞ്ഞു WBC ഇൻക്രീസ്ഡ് ആയിരിക്കും. TLC 1 lakhന് മേലെ ഉണ്ടായിരിക്കും. ഇസ്നോഫിൽസും ബേസോഫിൽസും ന്യൂട്രോഫിൽസും കൂടുതലായിരിക്കും. ഫിലാഡൽഫിയ ക്രോമോസോമിന്റെ പ്രസൻസും നമുക്ക് CML-ന്റെ ഡയഗ്നോസ്റ്റിക് ആയിരിക്കും. ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? തൈറോക്സിൻ കൈനേസിന്റെ ആക്ടിവിറ്റി കൂടുന്ന കാരണമാണല്ലോ അവിടെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ തൈറോക്സിൻ കൈനേസ് ഇൻഹിബിറ്റർ നമുക്ക് ട്രീറ്റ്മെന്റിൽ കൊടുക്കാൻ പറ്റും. ദെൻ കംസ് ദ അക്യൂട്ട് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയിൽ ഏത് സെല്ലിലായിരിക്കും ആ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്? പ്രോലിഫറേഷൻ ഓഫ് ദ B-സെൽ ആയിരിക്കും. നെയ്വ് B-സെല്ലിലായിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ കുറെ നെയ്വ് B-സെൽസ് വന്നിട്ട് എവിടെ? നമ്മുടെ ബോൺ മാരോ ഫില്ല് ചെയ്യുന്നു. ആ ബോൺ മാരോ അത് സർക്കുലേഷനിൽ വരുന്നു. അത് കാരണം WBC കൊടുന്നു, ബ്ലഡിലുള്ള WBC കൊടുന്നു, ബ്ലഡിലുള്ള ലിംഫോസൈറ്റ്സിന്റെ നമ്പറും കൂടുതലായിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. സർട്ടൺ പേഷ്യന്റിൽ വേഗ് സിംറ്റംസ് ലൈക്ക് എന്തൊക്കെ കാണും? വെയിറ്റ് ലോസ്, വീക്ക്നെസ്, അനറെക്സിയ അല്ലെങ്കിൽ ഈസി ഫെറ്റിഗബിലിറ്റി, അങ്ങനെയുള്ള സിംറ്റംസ് കാണും. ഇനി ചിലരിൽ എന്ത് വരും? ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടായിരിക്കാം. CLL-ന്റെ കൂടെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ എന്ത് പറയും? സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയുടെ കൂടെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. പിന്നെ അതാണെങ്കിൽ ഹെപ്പറ്റോമെഗാലി ഉണ്ടാകാം. ഹൈപ്പോഗാമ ഗ്ലോബിനീമിയ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ഹൈപ്പോഗാമ ഗ്ലോബിനീമിയ ഉണ്ടാകുന്നു? നമുക്കറിയാം
നെയ്വ് ബി സെൽസ് ആണ് വരുന്നത്. അത് മെച്ചുവർ ആയിട്ടുള്ള നോർമൽ ബി സെൽസിന്റെ ആക്ടിവിറ്റിനെ സപ്രസ് ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അവിടെ ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല. നോർമൽ ആയിട്ടുള്ള ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല, ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓട്ടോ ആന്റിബോഡീസ് എന്ത് സംഭവിക്കുന്നു? ഹീമോലൈറ്റിക് അനീമിയയും ത്രോംബോസൈറ്റോപീനിയും ഉണ്ടാകുന്നു. നോർമൽ ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാകാത്ത കാരണം റിസ്ക് ഫോർ ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും ഇൻ അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ഇനി പ്രോഗ്നോസിസ് നോക്കുവാണെങ്കിൽ അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയയുടെ പ്രോഗ്നോസിസ് വേരിയബിൾ ആയിരിക്കും. ഇൻ നോർമൽ പേഴ്സണിൽ നോക്കുവാണെങ്കിൽ ഒരു 10 years വരെയൊക്കെ, ഒരു ആവറേജ് 4 to 6 years അല്ലെങ്കിൽ ഒരു 10 years വരെയൊക്കെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ പോകും. അവർക്കൊരു ഡെത്ത് ഉണ്ടാകുന്നത് വേറെയുള്ള സിസ്റ്റമിക് ഡിസീസസ് കാരണമായിരിക്കും, നോട്ട് എക്സാക്ട്ലി ബിക്കോസ് ഓഫ് ദ CLL ആയിരിക്കും. സർട്ടൺ കേസസിൽ, സർട്ടൺ പേഷ്യന്റിൽ ഒരു അഗ്രസീവ് കോഴ്സിലേക്ക് ഈ ഡിസീസ് പോകും. ഈ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഒരു അഗ്രസീവ് കോഴ്സിലേക്ക് പോയിട്ട് ആ ഡിസീസിന് അപ്പൊ നമ്മൾ എന്ത് പറയും? ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ എന്ന് പറയും. ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ എന്ന് പറയും. ആ ട്രാൻസ്ഫോർമേഷനെ പറയുന്ന പ്രോസസ് ആയിരിക്കും എന്ത്? റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. നമ്മുടെ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ എന്ന് ആ ഡിസീസ് ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ എന്ന ട്രാൻസ്ലൊക്കേഷൻ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയുന്നതായിരിക്കും റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഈ റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതിന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സ്പാൻ വന്നിട്ട് ലെസ് ദാൻ 1 year മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡയഗ്നോസിസ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? WBC കൂടുതലായിരിക്കും. അവിടെ നമ്മുടെ WBC ബി സെൽസ് എങ്ങനെയായിരിക്കും? സ്മഡ്ജ് സെൽ അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽസ് ആയിട്ടായിരിക്കും കാണുന്നത്. സ്മഡ്ജ് സെല്ല് അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽസ് എവിടെ കാണും? ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയിൽ ഉണ്ടാകുന്നതായിരിക്കും. ഫീനോടൈപ്പിംഗ് ചെയ്തു നോക്കാം നമുക്ക്. ഇമ്മ്യൂണോ ഫീനോടൈപ്പിംഗിനകത്ത് സർഫസ് ആന്റിജൻ, ബി സെൽസിന്റെ സർഫസ് ആന്റിജൻസ് ഏതൊക്കെയായിരിക്കും? സ്പെസിഫിക് സർഫസ് ആന്റിജൻ CD10 CD20 ബി സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് ആന്റിജൻ ആയിരിക്കും CD20 ആൻഡ് CD10. അതേപോലെ CD5 കാണും. CD5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് T സെല്ലിന്റെ സ്പെസിഫിക് ആയിരിക്കും. നെയ്വ് ബി സെൽസിലും CD5 നമുക്ക് കാണാൻ പറ്റും. സോ ഇതായിരിക്കും നമുക്ക് ഡയഗ്നോസിസ് ഓഫ് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ഇനി ഹെയറി സെൽ ലുക്കീമിയ. ഹെയറി സെൽ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ അതും എന്തായിരിക്കും? ഒരു ക്രോണിക് ലുക്കീമിയ ആയിരിക്കും. എവിടെ അഫക്ട് ചെയ്യണത്? നമ്മുടെ ലിംഫോയിഡ് സെൽസിൽ ഉണ്ടാകുന്ന ഒരു ക്രോണിക് ലുക്കീമിയ ആയിരിക്കും. സോ എഗെയിൻ ഞാൻ പറയാണ്, ക്രോണിക് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെച്ചുവർ ആയിട്ടുള്ള സെൽസിലായിരിക്കും അതിന്റെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് ക്രോണിക് ലുക്കീമിയയില്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രോണിക് ലുക്കീമിയ, പ്രോലിഫറേഷൻ ഓഫ് മെച്ചുവർ ലിംഫോയിഡ് സെൽസ്. ഏത് സെൽസിന്? എഗെയിൻ ബി സെൽസിന് തന്നെ ആയിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ പ്രോലിഫറേഷൻ ഓഫ് മെച്ചുവർ ബി സെൽസിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും ഹെയറി സെൽ ലുക്കീമിയയിൽ ഉണ്ടാകുന്നത്. നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ബി സെൽസ് ഉണ്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും വെച്ചാൽ നമുക്ക് ആ പേര് തന്നെ അറിയാം അല്ലെ, ഹെയറി സെൽ അല്ലെങ്കിൽ ഹെയറി ബി സെൽ. സോ ഇവിടെ ഉണ്ടാകുന്ന ആ പ്രോലിഫറേറ്റ് ആകുന്ന ബി സെൽസിന് വന്നിട്ട് ഒരു ഫൈൻ ഹെയർ ലൈക്ക് സൈറ്റോപ്ലാസ്മിക് പ്രോസസ് ഉണ്ടായിരിക്കും. ആ ബി സെൽസിനകത്ത് ഫൈൻ ഹെയർ ലൈക്ക് സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സെൽസിനെ പറയുന്നതായിരിക്കും ഹെയറി ബി സെൽ. ആൻഡ് അങ്ങനെയുള്ള ലുക്കീമിയനെ പറയുന്നതായിരിക്കും ഹെയറി ബി സെൽ ലുക്കീമിയ. സോ ഹിയർ ക്രോണിക് ലുക്കീമിയ ആയിരിക്കും, പ്രോലിഫറേഷൻ അവിടെ ആയിരിക്കും മെച്ചുവേർഡ് ലിംഫോയിഡ് സെൽസിനകത്തായിരിക്കും, മെച്ചുവർ ബി സെൽസിലായിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് മെച്ചുവർ ബി സെൽസ് ഇവിടെ എങ്ങനത്തെ സെൽസ് ആയിരിക്കും വരുന്നത്? ദാറ്റ് ഈ സെൽസിനകത്ത്, ഈ പ്രോലിഫറേറ്റ് ചെയ്ത സെൽസിനകത്ത് ഫൈൻ ഹെയർ ലൈക്ക് സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സസ് ഉണ്ടായിരിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹെയറി സെൽസ് ആൻഡ് ദിസ് ലുക്കീമിയ ഈസ് കോൾഡ് ആസ് ഹെയറി സെൽ ലുക്കീമിയ. ഇനി എന്താവും? ഈ ഹെയറി സെൽ ലുക്കീമിയ എന്തായിരിക്കും? ബോൺ മാരോട് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് എങ്ങോട്ടേക്ക് പോകും? പെരിഫറൽ സർക്കുലേഷനിലേക്ക് പോകും. So within the bone marrow and peripheral circulation ആര് വരുന്നു? ഹെയറി സെല്ലിൽ വരുന്നു. Then ഈ ഹെയറി സെൽ വന്നിട്ട് സർട്ടൻ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ഈ സൈറ്റോകൈൻസ് എന്ത് ഉണ്ടാക്കും നോക്കുകയാണെങ്കിൽ ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടായിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ബോൺ മാരോ ഫൈബ്രോസിസ് എന്തുണ്ടായിരിക്കും? പാൻ സൈറ്റോപീനിയ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഹെയറി സെൽസ് വന്ന് നമ്മുടെ സ്പ്ലീനിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് സ്പ്ലീനോമെഗാലിയും ലിവറിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഹെപ്പറ്റോമെഗാലിയും ഉണ്ടാക്കും. ഓക്കെ, സോ ഹെയറി സെൽ ലുക്കീമിയ എന്ന് പറഞ്ഞാല് ഹെയറി സെൽ ലുക്കീമിയ എന്ന് പറഞ്ഞാല് ക്രോണിക് ലുക്കീമിയ ആയിരിക്കും. സോ ക്രോണിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെച്ചുവർ സെൽസിനാണ് അഫക്ട് ചെയ്യുന്നത്. ഏത് മെച്ചുവർ സെൽസിനായിരിക്കും അഫക്ട് ചെയ്യുന്നത്? ലിംഫോയിഡ് സെൽസിലെ മെച്ചുവർ സെൽസിനായിരിക്കും അഫക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ബി സെൽസിനായിരിക്കും അഫക്ട് ചെയ്യുന്നത്. ബി ലിംഫോ സെൽസിനെ അഫക്ട് ചെയ്യുന്നു. ബി ലിംഫോ സെൽസിന് നിയോപ്ലാസ്റ്റിക് പ്രൊലിഫറേഷൻ ഉണ്ടാകുന്നു. അവിടെ അറേസ് ചെയ്യുന്ന സെൽസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ഹെയർ ലൈക്ക് സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹെയർ സെൽസ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ലുക്കീമിയനെ ഹെയറി സെൽ ലുക്കീമിയ എന്ന് പറയും. സോ ഇങ്ങനെയുള്ള ഹെയറി ബി സെൽസ് എവിടെ വരുന്നു? നമ്മുടെ ബോൺ മാരോയിൽ നിറഞ്ഞ് പെരിഫറൽ സർക്കുലേഷനിലും ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഹെയറി ബി സെൽസ് ഒരു സർട്ടൻ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. നമ്മുടെ ഹെയറി ബി സെൽസ് സർട്ടൻ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ആ സൈറ്റോകൈൻസ് എന്ത് ചെയ്യുന്നു വെച്ചാല്
ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാക്കും. ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ പാൻസൈറ്റോപീനിയ. ബോൺ മാരോ ഫൈബ്രോസിസ് ആയിസോ ഇനിയുള്ള സെൽസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. ആൻഡ് അത് കാരണം എന്ത് പറ്റുന്നു? പാൻസൈറ്റോപീനിയ ഉണ്ടായിരിക്കും. എല്ലാ സെൽസിന്റെയും നമ്പറിൽ റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നു. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ പാൻസൈറ്റോപീനിയ. ദെൻ ഇൻഫിൽട്രേറ്റ്, ഈ ഹെയറി സെൽസ് വന്നിട്ട് സ്പ്ലീനിനെയും ലിവറിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യും. സ്പ്ലീനിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന കാരണം സ്പ്ലീനോമെഗാലി, ലിവറിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന കാരണം ഹെപ്പറ്റോമെഗാലി ഉണ്ടാകും. ഇതിന്റെ ഡയഗ്നോസിസ് എങ്ങനെ ആയിരിക്കും നോക്കുവാണെങ്കിൽ പെരിഫറൽ ബ്ലഡ് സ്മിയറിനകത്ത് നമുക്ക് ഹെയറി സെൽസ് കാണാൻ പറ്റും, പാൻസൈറ്റോപീനിയ ഉണ്ടാകും. പിന്നെ ഇമ്യൂണോ ഫീനോടൈപ്പിംഗ് നോക്കുവാണെങ്കിൽ, ഫീനോടൈപ്പിംഗ് നമ്മൾ നേരത്തെ പറയല്ലേ, സ്പെസിഫിക് ആയിട്ട് ബി സെൽസിനുള്ള സർഫസ് ആന്റിജൻസ് ഏതൊക്കെയായിരിക്കും? CD10 ഉം CD20. സോ CD20, CD10, then CD19 also will come in hairy cell leukemia. Then liver ബയോപ്സിക്കകത്ത് ഇൻഫിൽട്രേഷൻ ഓഫ് പോർട്ടൽ ട്രയാഡ് ബൈ ദ ഹെയറി സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷനകത്ത് പെരിഫറൽ ബ്ലഡ് സ്മിയർ നോക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഹെയറി സെൽസ് ഉണ്ടായിരിക്കും പെരിഫറൽ ബ്ലഡ് സ്മിയറിനകത്ത്. അതേപോലെ തന്നെ പാൻസൈറ്റോപീനിയ കാണാൻ പറ്റും. ഇമ്യൂണോ ഫീനോടൈപ്പിംഗിനകത്ത് നമ്മൾ നേരത്തെ CLL പറഞ്ഞു, ബി സെല്ലിന് സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് ആന്റിജൻ ഏതൊക്കെയായിരിക്കും? CD10 ഉം CD20 ആയിരിക്കും. സോ അത് രണ്ടും ഇവിടെ വരും, CD20, CD10. അതിന്റെ കൂടെ CD19 ഉം വരുമായിരിക്കും നമ്മുടെ ഹെയറി സെൽ ലുക്കീമിയയില്. ദെൻ ലിവർ ബയോപ്സി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഹെയറി സെല്ലിന്റെ ഇൻഫിൽട്രേഷൻസ് കാണാൻ പറ്റും. ഇത്രയായിരിക്കും ഹെയറി സെൽ ലുക്കീമിയ. സോ ഹെയറി സെൽ ലുക്കീമിയ ക്രോണിക് ലുക്കീമിയ ആയിരിക്കും. ബി ലിംഫോസൈറ്റ്സിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും. ബി ലിംഫോസൈറ്റ്സിന്റെ പ്രോളിഫറേഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ ഹെയറി ബി സെൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഹെയറി ബി സെൽസ് വന്നിട്ട് ബോൺ മാരോനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെരിഫറൽ സർക്കുലേഷനിൽ വരും. പെരിഫറൽ അത് എന്നിട്ട് എന്തിന്? സർട്ടൻ സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യും. ആ സൈറ്റോകൈൻ എന്ത് ഉണ്ടാക്കും? ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാക്കും. ആ ബോൺ മാരോ ഫൈബ്രോസിസ് വാട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു പാൻസൈറ്റോപീനിയ ഉണ്ടാക്കും. പിന്നെ ഇൻഫിൽട്രേറ്റ് ഇൻ ടു ദ ലിവർ എന്തുണ്ടാക്കുന്നു? ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനിലുള്ള ഇൻഫിൽട്രേഷൻ സ്പ്ലീനോമെഗാലി ഉണ്ടാക്കും. ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കും? ഹെയറി സെൽസ് പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ കാണാൻ പറ്റും, പാൻസൈറ്റോപീനിയ ഉണ്ടായിരിക്കും. ദെൻ ഇമ്യൂണോ ഫീനോടൈപ്പിംഗിനകത്ത് CD10, CD20 ആൻഡ് CD19 കാണും. ദെൻ ലിവർ ബയോപ്സിക്കകത്ത് നമുക്ക് ആ ഹെയറി സെൽ ഇൻഫിൽട്രേഷൻസ് ലിവറിൽ കാണാൻ പറ്റും. അത്രയായിരിക്കും ഹെയറി സെൽ ലുക്കീമിയെ പറ്റിയിട്ട് പറയാൻ. ദെൻ കംസ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്ലാസ്മ സെൽ ഡിസ്ക്രേഷ്യസ് ആയിരിക്കും. പ്ലാസ്മ സെൽ ഡിസ്ക്രേഷ്യയ്ക്ക് ആയിരിക്കും മൾട്ടിപ്പിൾ മൈലോമ. സോ വാട്ട് ഈസ് ദിസ് പ്ലാസ്മ സെൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? ബി ലിംഫോസൈറ്റ്സ് ബോൺ മാരോയ്ക്കകത്ത് തന്നെ പ്ലാസ്മ സെൽസ് റൈസ് ചെയ്യും. പ്ലാസ്മ സെൽസിൽ നിന്ന് എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? ആന്റിബോഡീസ് എവിടെ നിന്നായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്? ഈ പ്ലാസ്മ സെൽസ്. പ്ലാസ്മ സെൽസ് എവിടെ നിന്ന് വരുന്നു? ബി ലിംഫോസൈറ്റ്സിൽ നിന്നായിരിക്കും. ഇൻസൈഡ് ദ ബോൺ മാരോ ആണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ, സോ ഇൻസൈഡ് ദ ബോൺ മാരോ ബി സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് റിലീസ് ചെയ്യും? പ്ലാസ്മ സെൽസ്. ആ പ്ലാസ്മ സെൽസിൽ നിന്നായിരിക്കും എന്ത് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ആന്റിബോഡീസ് സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസ്മ സെൽസിൽ നിന്നായിരിക്കും. വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി വരുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ആന്റിബോഡീസിന്റെ സെക്രീഷൻ കാരണം ബി സെൽസ് ആയിരിക്കും ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിനെ ഉണ്ടാക്കുന്നത്. സോ ഇവിടെ എന്തിന്റെ ആയിരിക്കും പ്രോളിഫറേഷൻ ഉണ്ടാകുന്നത്? നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് ദ പ്ലാസ്മ സെൽസ് ഇൻസൈഡ് ദ ബോൺ മാരോ. സോ നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് പ്ലാസ്മ സെൽസ്. ഈ പ്ലാസ്മ സെൽസിന്റെ പ്രോളിഫറേഷൻ, നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഉണ്ടാകുന്നത് ബോൺ മാരോയില്. അപ്പോഴായിരിക്കും എന്തുണ്ടാകുന്നത്? മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാകുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? ബോൺ മാരോയില് മൊത്തം ആര് വരും? പ്ലാസ്മ സെൽസ് വന്നത് അറിയാം അല്ലെ? സോ ബോൺ മാരോ ഇൻഫിൽട്രേറ്റ് വിത്ത് പ്ലാസ്മ സെൽസ്. സോ അത് കാരണം എന്ത് പറ്റുന്നു? എക്സാക്ട് പതോജൻസിസ് അൺനോൺ ആണ്. അതിന്റെ ഒരു എക്സാക്ട് എന്തുകൊണ്ടാണ് ആ ബോൺ മാരോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്ലാസ്മ സെൽസിനകത്ത് നിയോപ്ലാസ്റ്റിക് ആക്ടിവിറ്റി നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ അവിടെ ഒരു റീസൺ പോലെ പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇന്റർലൂക്കിൻ 6. ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇന്റർലൂക്കിൻ 6 അതിനൊരു കോസ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഈ മൾട്ടിപ്പിൾ മൈലോമ ആയിരിക്കും പ്രൈമറി മാലിഗ്നന്റ് ബോൺ മാരോ ട്യൂമറിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് മൾട്ടിപ്പിൾ മൈലോമ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് മൾട്ടിപ്പിൾ മൈലോമ? മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്മ സെൽ ഡിസ്ക്രേഷ്യ ആയിരിക്കും. സോ വാട്ട് ഈസ് പ്ലാസ്മ സെൽ? നമ്മുടെ ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ്സ് എന്തിനെ റിലീസ് ചെയ്യും? പ്ലാസ്മ സെൽസിനെ റിലീസ് ചെയ്യും. ആ പ്ലാസ്മ സെൽസിൽ നിന്നായിരിക്കും ആന്റിബോഡി സെക്രീഷൻസ് ഉണ്ടാകുന്നത്. ആൻഡ് ബൈ ദിസ് ഈ ഒരു വേയിലായിരിക്കും നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് പ്ലാസ്മ സെൽസ് ഇൻ ദ ബോൺ മാരോ ആയിരിക്കും എന്തുണ്ടാക്കുന്നത്? മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാക്കുന്നത്. നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് ഈ പ്ലാസ്മ സെൽസിന്റെ നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ആയിരിക്കും നമ്മൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ബോൺ മാരോ. സോ നമ്മുടെ ബോൺ മാരോ മൊത്തം എന്ത് വന്നെന്ന് അറിയും? പ്ലാസ്മ സെൽസ് വിൽ ഇൻഫിൽട്രേറ്റ് ദ ബോൺ മാരോ. ഇതിന്റെ ഒരു എക്സാക്ട് കോസ് നമുക്ക് പറയുന്നില്ല, എന്നാലും അത് റീസൺ ആയിട്ട് പറയുന്നത് ഇന്റർലൂക്കിൻ 6ന്റെ ഇൻക്രീസ്ഡ് ഇന്റർലൂക്കിൻ 6 അതിനൊരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്.
ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അതിന്റെ ഒരു പതോളജിയുടെ കൂടെ നമുക്ക് ചേർത്ത് പറയാം. സോ ഫസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചർ ഈസ് ബോൺ പെയിൻ ആൻഡ് ഹൈപ്പർ കാൽസീമിയ. സെറം ഹൈപ്പർ കാൽസീമിയയും ബോൺ പെയിനും ഉണ്ടാവും. ഓക്കെ, സോ എന്തുകൊണ്ട് ഈ ബോൺ പെയിനും സെറം ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവും നോക്കുവാണെങ്കിൽ ഇവിടെ എന്താ പറ്റുന്നത്, നമുക്ക് പ്ലാസ്മ സെൽസിൽ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നു അല്ലെ. സോ പ്ലാസ്മ സെൽസിൽ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നു ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് പ്ലാസ്മ സെൽസിൽ ഉണ്ടാകുന്ന പ്രോലിഫറേഷൻ കാരണം സർട്ടൺ സൈറ്റോകൈൻസിനെ അത് റിലീസ് ചെയ്യും. ഹിയർ ഓൾസോ പ്ലാസ്മ സെൽസിൽ എക്സസ് ആയിട്ടുള്ള പ്ലാസ്മ സെൽസ് ഉണ്ടാകുന്നു, അവിടെ നിന്ന് സർട്ടൺ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നു. ആ സൈറ്റോകൈൻ ലൈക്ക് റാൻ ലിഗാൻഡ് എന്ന് പറയും. റാൻ ലൈഗാൻഡ് എന്നുള്ള സൈറ്റോകൈൻസ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഈ റാൻ ലൈഗാൻഡിന്റെ റിസപ്റ്റേഴ്സ് എവിടെ കാണും? ഓസ്റ്റിയോക്ലാസ്റ്റിലായിരിക്കും അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. സോ ഈ റാൻ ലൈഗാൻഡ് എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു? നമ്മുടെ ഓസ്റ്റിയോക്ലാസ്റ്റിലുള്ള റാൻ റിസപ്റ്റേഴ്സുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. സോ ഹിയർ ഈ ബൈൻഡിങ് കാരണം എന്ത് പറ്റുന്നു? ഓസ്റ്റിയോക്ലാസ്റ്റിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു, അത് കാരണം ബോൺ റിസോർപ്ഷൻ ഉണ്ടാകുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ബോൺ റിസോർപ്ഷൻ ബോണിൽ നിന്ന് കാൽഷ്യം എങ്ങോട്ടേക്ക് പോകുന്നു? സെറത്തിലേക്ക്, ബ്ലഡിലോട്ട് പോകുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഹൈപ്പർ കാൽസീമിയ. സോ ബോണിലുള്ള കാൽഷ്യം ഡെൻസിറ്റി കുറയുന്നു, വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ബോൺ പെയിൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് മൾട്ടിപ്പിൾ മൈലോമ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബോൺ പെയിൻ ആൻഡ് ഹൈപ്പർ കാൽസീമിയ. സോ ബോൺ പെയിൻ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? പ്ലാസ്മ സെൽസിൽ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുമ്പോൾ സർട്ടൺ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. എങ്ങനത്തെ ഏതായിരിക്കും അത്? റാൻ ലൈഗാൻഡ് എന്ന് പറയുന്ന സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ഈ റാൻ ലൈഗാൻഡിന്റെ റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കും കാണുന്നത്? ഓസ്റ്റിയോക്ലാസ്റ്റിനകത്തായിരിക്കും കാണുന്നത്. So this RAN ligand will bind with the receptors seen in osteoclast and which will result in the stimulation of this osteoclast. അത് കാരണം എന്ത് പറ്റും? ബോൺ റിസോർപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബോഡിയിൽ നിന്ന് കാൽഷ്യം സെറത്തിലോട്ട് വരുന്നു, which will result in the ഹൈപ്പർ കാൽസീമിയ ഉണ്ടാകും. ഓക്കെ, സോ ഇതായിരിക്കും ഒരു ക്ലിനിക്കൽ ഫീച്ചർ, ബോൺ പെയിൻ ആൻഡ് സെറം ഹൈപ്പർ കാൽസീമിയ. സെക്കൻഡ് ഈസ് എലിവേറ്റഡ് പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ്. സോ ബീറ്റ സെൽസ് എന്തിനാ? പ്ലാസ്മ സെൽസിലാണ് എക്സസ് ആയിട്ട് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് അല്ലെ. സോ പ്ലാസ്മ സെൽസ് എന്തിനെ സെക്രീറ്റ് ചെയ്യും? ആന്റിബോഡീസിന് സെക്രീറ്റ് ചെയ്യും. ആന്റിബോഡി എന്തായിരിക്കും? ഇമ്യൂണോഗ്ലോബിൻ ആയിരിക്കും. സോ എക്സസ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിൻ ബ്ലഡിൽ വരുന്നു, അത് കാരണം ഗ്ലോബിൻ എന്താ? പ്രോട്ടീൻ ആണ്. സോ എലിവേറ്റഡ് പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ് വിൽ ഒക്കുക. ആന്റിബോഡി ഇൻക്രീസ് ചെയ്യുന്നു. ആന്റിബോഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗാമ ഗ്ലോബിൻ ആയിരിക്കും. സോ ദിസ് ഗ്ലോബിൻ ഈസ് പ്രോട്ടീൻ. സോ എലിവേറ്റഡ് പ്രോട്ടീൻ ഉണ്ടാകും ബ്ലഡിൽ. സെറം പ്രോട്ടീൻ ഇലക്ട്രോപോറോസിസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ കാണാൻ പറ്റും. അതിനെ പറയുന്നതാണ് എം സ്പൈക്ക് എന്ന്. സെറം പ്രോട്ടീൻ ഇലക്ട്രോപോറോസിസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്പൈക്ക് കാണാൻ പറ്റും. ആ സ്പൈക്കിനെ പറയുന്നതായിരിക്കും എം സ്പൈക്ക് എന്ന്. ഓക്കെ, സോ എലിവേറ്റഡ് പ്രോട്ടീൻ കാണും നമുക്ക് ബ്ലഡിൽ. അതിന് കാരണം എന്തായിരിക്കും? പ്ലാസ്മ സെൽസ് എന്തിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും? ആന്റിബോഡീസിനെ സെക്രീറ്റ് ചെയ്യും. ആന്റിബോഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗാമ ഗ്ലോബിലായിരിക്കും. സോ ദാറ്റ് മീൻസ് പ്രോട്ടീൻ കൂടുന്നു. ആൻഡ് പ്ലാസ്മ സെറം പ്രോട്ടീൻസ് ഇലക്ട്രോപോറോസിസ് നോക്കുമ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ആ പാറ്റേണിനെ പറയുന്നതായിരിക്കും എം സ്പൈക്ക് എന്ന് പറയും. ഈ എം സ്പൈക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പം ഒരു ടൈപ്പ് ഓഫ് സെല്ലിലല്ലേ പ്രോലിഫറേഷൻ ഉണ്ടാകുന്ന IgA ആണ് സെക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രോലിഫറേഷൻ ഉണ്ടായി പോകുന്ന ആ സെല്ലിന് എല്ലാ IgA മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ ബാക്കിയുള്ള ഇമ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടാകത്തില്ല. A മാത്രമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്ലാസ്മ സെൽസ് ഒത്തിരി ഉണ്ടായിരിക്കും, പക്ഷെ ആ പ്ലാസ്മ സെൽസ് എല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? IgA മാത്രമായിരിക്കും. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സെൽസ് ഒരു ടൈപ്പ് ഓഫ് ആന്റിബോഡിനെ മാത്രമേ സെക്രീറ്റ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമുക്ക് ആ എം സ്പൈക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഏത് ടൈപ്പ് ആയിരിക്കും? ഒന്നുകിൽ IgA അല്ലെങ്കിൽ IgG ആയിരിക്കും കോമൺലി വന്നിട്ട് ഉണ്ടാകുന്നത്. സോ IgA അല്ലെങ്കിൽ IgG ആയിരിക്കും സ്പൈക്ക് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ആ എം സ്പൈക്ക് പാറ്റേണിൽ കിട്ടുന്നത്. സോ അതായിരിക്കും സെക്കൻഡ് സിംറ്റം. തേർഡ് എന്തായിരിക്കും? അനീമിയ ഉണ്ടായിരിക്കും. അനീമിയ ഉണ്ടാകുന്നതിന് കാര്യം നമുക്കറിയാലോ, പ്ലാസ്മ സെൽസ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കും? RBCയുടെ നമ്പർ വന്നിട്ട് കുറഞ്ഞു വരും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ അനീമിയ. ദെൻ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. സോ നമ്മൾ ആന്റിബോഡി കൂടിയിട്ട് എന്തുകൊണ്ട് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആന്റിബോഡി മാത്രമായിരിക്കും അവിടെ എക്സസൈസ് ഉണ്ടാവുന്നത്. ഈ ഒരു ഡൈവേഴ്സിറ്റി, ആന്റിബോഡി ഡൈവേഴ്സിറ്റീസ് ഇല്ല. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ആന്റിബോഡി അവിടെ സെക്രീറ്റ് ആകുന്നില്ല അല്ലെങ്കിൽ ഡെവലപ്പ് ആകുന്നില്ല. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആന്റിബോഡി മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അതിന്റെ മാത്രമേ ഇൻഫെക്ഷൻസ് അവിടെ റെസ്ട്രിക്റ്റ് ആവുന്നുള്ളൂ. ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് വന്നിട്ട് നമുക്ക് പ്രിവെൻഷൻ ഉണ്ടാവുന്നില്ല. സോ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. ഓൺലി വൺ ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആന്റിബോഡി ഡൈവേഴ്സിറ്റി ഇല്ലാത്ത കാരണം റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാകാം. ദെൻ റോളേഴ്സ് ഫോർമേഷൻ ഉണ്ടാക്കി. എന്താണ് റോളേഴ്സ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ RBC സ്വതന്ത്ര പൈലപ്പ്, നമ്മുടെ RBC സാറിന് നമ്മുടെ സർക്കുലേഷൻ ഇങ്ങനെ നിരന്ന് പൊക്കൊണ്ടിരിക്കുകയായിരിക്കും. പൈലിംഗ് അപ്പ് ഓഫ് RBC ആയിരിക്കും റോളേഴ്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം
നമ്മുടെ പ്രോട്ടീൻ സെറത്തിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ബ്ലഡിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബ്ലഡ് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പോകുന്നതിനകത്ത് ഓരോ സെല്ലും ഓരോ ലൈനായിട്ട് പോകുന്നതിന്റെ കാര്യം അതിനകത്തുള്ള സർട്ടൻ ചാർജ് ബാരിയേഴ്സ് ആയിരിക്കും കാരണമാകുന്നത്. ആ ചാർജ് ബാരിയേഴ്സിനകത്ത് ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്ന കാരണം RBC പൈലപ്പ് ചെയ്തിട്ട് റോളെ ഫോർമേഷൻ ഉണ്ടാവും. ദെൻ നമ്മുടെ ലൈറ്റ് ചെയിൻ, നമ്മൾ ആന്റിബോഡി ഗാമ ഗ്ലോബിൽ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, ആ ആന്റിബോഡിയുടെ ലൈറ്റ് ചെയിൻ വന്നിട്ട് വേരിയസ് ഓർഗനിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അമൈലോഡോസിസ് ഫോം ചെയ്യാം. The light chain of antibody can deposit in various organ which will result in amyloidosis. അതേപോലെ തന്നെ ഈ ലൈറ്റ് ചെയിൻ വന്നിട്ട് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം. അതിന് പറയുന്നതാണ് ബെൻസ് ജോൺസ് പ്രോട്ടീൻ. നമ്മുടെ ആന്റിബോഡിയുടെ ലൈറ്റ് ചെയിൻ വേരിയസ് ഓർഗനിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യാം. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അമൈലോഡോസിസ്. യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം. അതിനെ പറയുന്നതായിരിക്കും ബെൻസ് ജോൺ പ്രോട്ടീൻ വിച്ച് ഈസ് എ പതഗ്നോമിക് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ. ദെൻ അതേപോലെ തന്നെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യാം. ഈ ലൈറ്റ് ചെയിൻ വന്നിട്ട് ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യാം. അത് കാരണം ഇറ്റ് വിൽ ബ്ലോക്ക് ദ ട്യൂബ്യൂൾസ് വിച്ച് വിൽ റിസൾട്ട് ഇൻ കിഡ്നി ഫെയിലിയർ. അങ്ങനെ ഉണ്ടാകുന്ന കിഡ്നി ഫെയിലിയറിനെ പറയുന്നതായിരിക്കും മൈലോമ കിഡ്നി. ദെൻ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെറത്തിൽ കാൽഷ്യം കൂടുതലാണ്. സോ കാൽഷ്യം ഡിപ്പോസിറ്റും ട്യൂബ്യൂൾസിൽ ഉണ്ടാകാം വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ കാൽഷ്യം സ്റ്റോൺസ്. സോ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പ്ലാസ്മ സെൽ ഡിസ്ക്രേഷ്യ ആയിരിക്കും. പ്ലാസ്മ സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബി ലിംഫോസൈറ്റ്സിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതായിരിക്കും പ്ലാസ്മ സെൽസ്. എവിടെ ബോൺ മാരോ തന്നെ കാണും. പ്ലാസ്മ സെൽസിൽ നിന്നായിരിക്കും ആന്റിബോഡി സെക്രീഷൻ ഉണ്ടാകുന്നത് വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൾട്ടിപ്പിൾ മൈലോമ? നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഉണ്ടാകുന്നു. എന്തിൻ്റെത്? പ്ലാസ്മ സെൽസിന്റെ നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഉണ്ടാകുന്നു. അത് കാരണമായിരിക്കും എന്തുണ്ടാകുന്നത്, മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാകുന്നത്. സോ എക്സസ് ആയിട്ടുള്ള പ്ലാസ്മ സെൽസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ബോൺ മാരോയില്ല. സോ ബോൺ മാരോ വിൽ ഇൻഫിൽട്രേറ്റ് വിത്ത് പ്ലാസ്മ സെൽസ് ആയിരിക്കും. ഇതിനൊരു എക്സാക്ട് കോസ് അൺനോൺ ആണെങ്കിലും ഒരു ഇൻക്രീസ്ഡ് ഇന്റർലൂക്കിൻ 6 അതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചർ ഈസ് ദ ബോൺ പെയിൻ ആൻഡ് ഹൈപ്പർ കാൽസീമിയ. എന്തുകൊണ്ട് ബോൺ പെയിനും ഹൈപ്പർ കാൽസീമിയ ഉണ്ടാകുന്നു? ഇവിടെ വന്നിട്ട് നമ്മുടെ പ്ലാസ്മ സെൽസ് ഒത്തിരിയായിട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് അതൊരു സൈറ്റോകൈനെ റിലീസ് ചെയ്യും. എന്ത്? റാങ്ക് ലൈഗാൻഡ് ഒരു സൈറ്റോകൈനെ റിലീസ് ചെയ്യുന്നു. ഈ റാങ്ക് ലൈഗാൻഡ് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു? നമ്മുടെ ഓസ്റ്റിയോക്ലാസ്റ്റിനകത്തുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഈ റാങ്ക് ലൈഗാൻഡ് പോയി ബൈൻഡ് ചെയ്തിട്ട് ഓസ്റ്റിയോക്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബോൺ റിസോപ്ഷൻ ഉണ്ടാക്കുന്നത് കാരണമായിരിക്കും എന്തുണ്ടാകുന്നത്, സെറം ഹൈപ്പർ കാൽസീമിയ ഉണ്ടാകുന്നു. സോ ബോണിലുള്ള കാൽഷ്യം കുറയുന്നു, ബോൺ പെയിൻ ഉണ്ടാകുന്നു ആൻഡ് സെറത്തിലുള്ള കാൽഷ്യം കൂടുന്നു. അതേപോലെ തന്നെ പ്രോട്ടീൻ ബ്ലഡിൽ കൂടും. പ്രോട്ടീൻ ബ്ലഡിൽ കൂടാൻ കാരണം എന്തായിരിക്കും? ഈ പ്ലാസ്മ സെൽസ് എന്തിനെ സെക്രീറ്റ് ചെയ്യും? ആന്റിബോഡീസിനെ സെക്രീറ്റ് ചെയ്യും. ആന്റിബോഡി എന്ന് വെച്ചാൽ എന്താണ്? ഗാമ ഗ്ലോബിൻ, അതായത് പ്രോട്ടീൻ ആയിരിക്കും. സോ സെറത്തിലുള്ള ബ്ലഡിലുള്ള പ്രോട്ടീൻ കൂടും, എലിവേറ്റഡ് പ്രോട്ടീൻ ഇൻ ബ്ലഡ്. അത് നമ്മൾ ഒരു സെറം പ്രോട്ടീൻ ഇലക്ട്രോപോറോസിസിലൂടെ നോക്കുവാണെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ കാണും. എം സ്പൈക്ക് എന്ന് പറയുന്നത്. എം സ്പൈക്ക്, ആ എം സ്പൈക്ക് എന്ന് പറയാനുള്ള കാരണം ഇപ്പം ഒരു 2 മിനിറ്റിൽ കണ്ടിന്യൂ ചെയ്യാവേ.
സോ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ കാരണം പറഞ്ഞു എം സ്പൈക്ക് എന്ന് പറയും. അതിന് കാരണം ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെല്ലിനായിരിക്കും അല്ലെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് സെല്ലിനായിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ ആ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഏത് ആന്റിബോഡിനെയാണോ, അപ്പം ഒരു സെല്ലിന് സെക്രീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രോലിഫറേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സോ ഈ സെല്ല് വന്നിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് IgA ആണെങ്കിൽ ഈ ഉള്ള എല്ലാ സെൽസും സെക്രീറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? IgA മാത്രമായിരിക്കും. സോ അത് കാരണം ഒരു പർട്ടിക്കുലർ ആന്റിബോഡി മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പ്ലാസ്മ സെൽസ്, ഇതെല്ലാം പ്ലാസ്മ സെൽസ്, ഈ പ്ലാസ്മ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന IgA ആയിരിക്കും. ഈ പ്ലാസ്മ സെൽസിലാണ് ഈ പ്രോലിഫറേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. സോ ഈ എല്ലാ സെൽസും അപ്പൊ എന്തിനായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്? പ്രോലിഫറേറ്റ് ഉള്ള എല്ലാ സെൽസും IgA മാത്രമായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് എം സ്പൈക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. കാര്യം അവിടെ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് IgA അല്ലെങ്കിൽ IgG ആയിരിക്കും കോമൺലി അങ്ങനെ സെക്രീറ്റ് ചെയ്യണത്. സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആന്റിബോഡി മാത്രമേ ഉള്ളൂ, ഒരു ആന്റിബോഡിയുടെ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നില്ല. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് കൂടുതലായിരിക്കും മൾട്ടിപ്പിൾ മൈലോമയിൽ. ദെൻ അനീമിയ ഉണ്ടാകുന്നു. അനീമിയ ഉണ്ടാകുന്നതിന്റെ കാരണം നമുക്കറിയാം, പ്ലാസ്മ സെൽസ് വന്നിട്ട് ബോൺമാരെ ഫുള്ളി ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അനീമിയ വിൽ റിസൾട്ട്സ് ഇൻ. ദെൻ റോളെ ഫോർമേഷൻ. ഇനി RBC, നമുക്ക് ഒരു നോർമൽ സ്ട്രീം ഫ്ലോ, നമ്മുടെ ബ്ലഡ് സ്ട്രീം ഫ്ലോയ്ക്ക് ആ ഒരു സ്ട്രീം നിലനിർത്താൻ വേണ്ടിയിട്ട് സർട്ടൺ ചാർജ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ വന്നിട്ട് പ്രോട്ടീൻ എക്സസ് ആകുന്ന കാരണം ആ ചാർജ് ബാരിയേഴ്സിനകത്തൊക്കെ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്നു. അത് കാരണം RBC വന്നിട്ട് പൈലപ്പ് ചെയ്യും. ആ പൈലപ്പ് ഓഫ് RBC, അങ്ങനെ RBC പൈലപ്പ് ചെയ്യുന്നതിനെ പറയുന്നതായിരിക്കും റോളെ ഫോർമേഷൻ എന്ന് പറയും. സോ മൾട്ടിപ്പിൾ മൈലോമയിൽ റോളെ ഫോർമേഷൻസ് ഉണ്ടാകാം. ദെൻ നമ്മുടെ ആന്റിബോഡിയുടെ ലൈറ്റ് ചെയിൻ, ആ ലൈറ്റ് ചെയിൻ വന്നിട്ട് എവിടെയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാം? നമ്മുടെ ഡിഫറെന്റ് ഓർഗനിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അതിനെ നമ്മൾ അമൈലോഡോസിസ് എന്ന് പറയും. യൂറിനിലൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാം. അതിനെ നമ്മൾ അപ്പം എന്ത് പറയും? ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറയും. ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്തായിരിക്കും? ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പതഗ്നോമിക് ആയിരിക്കും മൾട്ടിപ്പിൾ മൈലോമയുടെ ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ദെൻ നമ്മുടെ ഈ ലൈറ്റ് ചെയിൻ വന്നിട്ട് ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും? ആ ഡിസ്റ്റൽ ട്യൂബ്യൂളിനെ ഒബ്സ്ട്രക്ട് ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അത് കാരണം കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാം. ഇഫ് ലൈറ്റ് ചെയിൻ അങ്ങനെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മൈലോമ കിഡ്നി എന്ന് പറയും. ദെൻ നമുക്കറിയാം ഹൈപ്പർ കാൽസ്യമി ഉണ്ട്. സോ കാൽസ്യം ഡിപ്പോസിറ്റ്സ് ഉണ്ടായിരിക്കാം. നമ്മുടെ കിഡ്നിയുടെ ട്യൂബ്യൂൾസ് വന്നിട്ട് കാൽസ്യം ഡിപ്പോസിറ്റ്സ് ഉണ്ടായിട്ട് എന്ത് ഫോം ചെയ്യാം? കാൽഷ്യം സ്റ്റോൺസ് ഫോർമേഷൻ ഉണ്ടാകാം. സോ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു 50 to 70 ഇയേഴ്സിലേക്ക് മെയിൻലി മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാകുന്നത്. ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. വേഗ് ഹെൽത്ത്, നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് കൂടാണ്ട് ഒരു വേഗ് ഹെൽത്ത് പോലെ അല്ലെങ്കിൽ വേഗ് ഇൽ ഹെൽത്ത്, ഏക്സ് ആൻഡ് പെയിൻസ്, ആർത്രാൾജിയ, അനീമിയ, ബോൺ അഫെക്ഷൻസ്, എസ്പെഷ്യലി ഏത് ബോണിലായിരിക്കും അഫെക്ഷൻ ഉണ്ടാകുന്നത്? വെർട്ടിബ്ര, ക്ലാവിക്കിൾ ആൻഡ് സ്കള്ളിലായിരിക്കും മെയിൻലി അഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ബോണിൽ എന്തൊക്കെ അഫെക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്? ബോൺ സോഫ്റ്റനിങ് ഉണ്ടാവും, കൈഫോസ്കോളിയോസിസ് ഉണ്ടാകും. ബോൺ സോഫ്റ്റനിങ് ആൻഡ് കൈഫോസ്കോളിയോസിസ് ഉണ്ടാകാം. യൂറിനിലാണെങ്കിൽ ഒളിഗൂറിയ ഓർ അന്യൂറിയ, CNS-ലാണെങ്കിൽ ഡീമയലിനേഷൻ ഉണ്ടാകും. സോ അല്ലാതെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഒരു 50 to 70 ഇയേഴ്സിലായിരിക്കും മെയിൻലി ഉണ്ടാകുന്നത്. എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാക്കാം? ഒരു ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. വേഗ് ഇൽ ഹെൽത്തും ഏക്സ് ആൻഡ് ആർത്രാൾജിയ, മയാൾജി അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ബോണിൽ നോക്കുകയാണെങ്കിൽ മെയിൻലി ഏത് ബോണൊക്കെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്? വെർട്ടിബ്ര, ക്ലാവിക്കിൾ ആൻഡ് സ്കള്ളായിരിക്കും മെയിൻലി അഫക്ട് ആകുന്ന ബോൺസ്. അവിടെ എന്തുണ്ടാവും? ബോൺ സോഫ്റ്റനിങ് ഉണ്ടാവും, കൈഫോസ്കോളിയോസിസ് ഉണ്ടാകും. ദെൻ യൂറിനിൽ നോക്കുകയാണെങ്കിൽ ഒളിഗൂറിയ ആൻഡ് അന്യൂറിയ ഉണ്ടാകാം. CNS-ൽ നോക്കുകയാണെങ്കിൽ ഡീമയലിനേഷൻ ഉണ്ടാകാം. സോ ഇത്രയാണ് മൾട്ടിപ്പിൾ മൈലോമയെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം. ക്രോണിക് ലുക്കീമിയ പറഞ്ഞു. ക്രോണിക് ലുക്കീമിയയിൽ 2 ടൈപ്പ് പറഞ്ഞു, ക്രോണിക് മൈലോയിഡ് ആൻഡ് ക്രോണിക് ലിംഫോയിഡ് ലുക്കീമിയ. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഫിലാഡൽഫിയ ക്രോമോസം എവിടെയായിരിക്കും? 19 and 22 ഇടയ്ക്കായിരിക്കും. ആ BCR ABL ജീൻ കാരണം എന്ത് വരുന്നു? ടൈറോസിൻ കൈനസിന്റെ സിന്തസിസ് ഇൻക്രീസ് ചെയ്യുന്നു. അത് കാരണമായിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. പ്രോലിഫറേഷൻ ഓഫ് ഏത് സെൽസ് ആയിരിക്കും? ഗ്രാനുലോസൈറ്റ്സിന്റെ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. അവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് വേഗമായിട്ടുള്ള ഈസി ഫറ്റിഗബിലിറ്റി, വീക്ക്നെസ്, വെയിറ്റ് ലോസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ആക്സിലറേറ്റഡ് ഫേസ് ഓഫ് ഡിസീസ് ഉണ്ടാകുമ്പോഴത്തേക്കായിരിക്കും സ്പ്ലീനോമെഗാലിയും പിന്നെ അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടാകുന്നത്. ബ്ലാസ്റ്റ് ക്രൈസിസ് ഏത് അനീമിയയിലായിരിക്കും ഉണ്ടാകുന്നത്? ലുക്കീമിയയിലായിരിക്കും ഉണ്ടാകുന്നത്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയില്. സോ ബ്ലാസ്റ്റ് ക്രൈസിസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവിടെ ബാഡ് പ്രോഗ്നോസിസ് ആയിരിക്കും. എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? WBC കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്രോഫിലും ബേസോഫിലും ഇസ്റ്റോഫിലും കൂടുതലായിരിക്കും. ഇവിടെ ഫിലാഡൽഫിയ ക്രോമോസോമിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയില്. ദെൻ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ആണെങ്കിൽ ബി സെൽസിനകത്തായിരിക്കും, നെയ്വ് ബി സെൽസ് ആയിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. സോ നെയ്വ് ബി സെൽസിന് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് ഇവിടെ എങ്ങനെ ആയിരിക്കും? മോസ്റ്റ് ഓഫ് ദ കേസ് എസിംപ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ വേഗ് സിംറ്റംസോ ഉണ്ടായിരിക്കും. ചിലർക്ക് വന്നിട്ട് പിന്നെ എന്തുണ്ടാവും? ജനറലൈസ്ഡ് ലിംഫോഡ്നോപ്പതി ഉണ്ടാവും. സോ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ വിത്ത് ജനറലൈസ്ഡ് ലിംഫോഡ്നോപ്പതി നമ്മൾ എന്ത് പറയും? സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ എന്ന് പറയും. പിന്നെ സ്പ്ലീനോമെഗാലി ഉണ്ടാകാം, ഹെപ്പറ്റോമെഗാലി ഉണ്ടാകാം,
ഹൈപ്പോഗാമാഗ്ലോബിനൂമിയ ഉണ്ടാകും. കാരണം ഇനിയുള്ള 3 കാരണങ്ങൾ: ഹൈപ്പോഗാമാഗ്ലോബിനൂമിയ, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ, ഓട്ടോ ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ. അതിന് കാരണം എന്തായിരിക്കും? ഈ നെയ്വ് ബി സെൽസ് വന്നിട്ട് നോർമൽ ബി സെൽസിന്റെ ആക്ടിവിറ്റിനെ സപ്രസ് ചെയ്യുന്ന കാരണമായിരിക്കും ഹൈപ്പോഗാമാഗ്ലോബിനൂമിയ, ഇൻക്രീസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയക്ക് കാരണമാകുന്നത്. ദെൻ അതിന്റെ പ്രോഗ്നോസിസ് നോക്കുവാണെങ്കിൽ വേരിയബിൾ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസിൽ 4 to 6 ഇയേഴ്സ് നമുക്ക് ഒരു ആവറേജ് ലൈഫ് സ്പാൻ പറയാൻ പറ്റും. അങ്ങനെ ഒരു സഡൻ കോംപ്ലിക്കേഷൻ കാരണം CLL കോംപ്ലിക്കേഷൻ കാരണം ഡെത്ത് ഉണ്ടാകത്തില്ല. പക്ഷെ ചില ആളുകളിൽ ഇതൊരു സഡൻ ഒരു ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് കോഴ്സിലേക്ക് പോകും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതായിരിക്കും ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ. ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ, ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ എന്ന ട്രാൻസ്ഫോർമേഷനെ പറയുന്നതായിരിക്കും റിച്ചർഡ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. സോ ഇവിടെ ഡയഗ്നോസിസ് എന്തായിരിക്കും? നമ്മുടെ ബി സെല്ലുള്ള WBC കൂടുതലായിരിക്കും. അവിടെ ആയിരിക്കും സ്മഡ്ജ് സെൽ അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽസ് കാണുന്നത്. എവിടെയായിരിക്കും? നമ്മുടെ CLL ആയിരിക്കും സ്മഡ്ജ് സെൽ അല്ലെങ്കിൽ ബാസ്കറ്റ് സെൽസ് കാണുന്നത്. ഇമ്യൂണോ ഫിനോടൈപ്പി നോക്കുകയാണെങ്കിൽ ബി സെൽസിലുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള സർഫസ് ആന്റിജൻ ആയിരിക്കും CD10 ആൻഡ് CD20. പിന്നെ CD5 കാണും. ഹെയറി സെൽ ലുക്കീമിയയിൽ എന്ത് പറ്റുന്നു? ഇവിടെ നമ്മുടെ ഒരു ക്രോണിക് ലുക്കീമിയ ആയിരിക്കും. ബി സെല്ലിൽ തന്നെ ആയിരിക്കും പ്രൊലിഫറേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എങ്ങനത്തെ ബി സെല്ലായിരിക്കും? ഹെയറി ബി സെല്ലായിരിക്കും. ഹെയറി ബി സെല്ല് വന്നിട്ട് സർട്ടൺ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ആ സൈറ്റോകൈൻസ് എന്തുണ്ടാക്കും? ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാക്കും. അത് എന്തിനു റിസൾട്ട് ചെയ്യും? പാൻ സൈറ്റോപീനിയ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ലിവറിലും സ്പ്ലീനും ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് സ്പ്ലീനോമെഗാലിയും ഹെപ്പറ്റോമെഗാലിയും ഉണ്ടാകും. ഡയഗ്നോസിസ് എങ്ങനെ ആയിരിക്കും? ഹെയറി സെൽസും പാൻ സൈറ്റോപീനിയ. അതേപോലെ തന്നെ ഇമ്യൂണോഫിനോഗ്രഫിക്ക് ഏത് കാണും? CD10, CD20, അതിന്റെ കൂടെ CD19 ഉണ്ടായിരിക്കും. ലിവർ ബയോപ്സിയിൽ നമുക്ക് ഹെയറി സെൽ ഇൻഫിൽട്രേഷൻസ് കാണാൻ പറ്റും. ദെൻ മൾട്ടിപ്പിൾ മൈലോമ പറഞ്ഞു. മൾട്ടിപ്പിൾ മൈലോമ പ്ലാസ്മ സെൽ ഡിസ്ക്രേഷ്യ ആയിരിക്കും. പ്ലാസ്മ സെൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി ലിംഫോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്തായിരിക്കും പ്ലാസ്മ സെൽസിന്. അത് എന്തിനാ സെക്രീറ്റ് ചെയ്യും? നമ്മുടെ ആന്റിബോഡീസിനായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. സോ നിയോപ്ലാസ്റ്റിക് പ്രൊലിഫറേഷൻ ഓഫ് ദിസ് പ്ലാസ്മ സെൽസ് ആയിരിക്കും മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാക്കുന്നത്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബോൺ പെയിൻ ആൻഡ് ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവും. കാരണം എന്തായിരിക്കും? ഈ പ്ലാസ്മ സെൽസിന്റെ പ്രൊലിഫറേഷൻ ആകുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന സൈറ്റോകൈൻ ഏതായിരിക്കും? റാങ്ക് ലൈഗാൻഡ് ആയിരിക്കും. റാങ്ക് ലൈഗാൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റിനകത്തായിരിക്കും പോയി ബൈൻഡ് ചെയ്യണത്. സോ അത് കാരണം ബോൺ റിസോർപ്ഷൻ ഉണ്ടാകുന്നു. സോ ഹൈപ്പർ കാൽസീമിയ ആൻഡ് ബോൺ പെയിൻസ് വിൽ എടുക്കുക. ദെൻ പ്രോട്ടീൻ കൂടുന്നു. കാര്യം ആന്റിബോഡീസ് കൂടുന്നു. പ്രോട്ടീൻ കൂടുന്ന കാരണം എന്ത് പറ്റും? അവിടെ നമ്മുടെ സെറം പ്രോട്ടീൻ എലക്ട്രോപോറോസിസ് നോക്കുവാണെങ്കിൽ ഒരു M സ്പൈക്ക് പാറ്റേൺ കാണാൻ പറ്റും. അനീമിയ ഉണ്ടാകുന്നു. ഒരു ആന്റിബോഡി ഡൈവേഴ്സിറ്റി കുറയുന്ന കാരണം റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും. മൾട്ടിപ്പിൾ മൈലോമയില് റോളെ ഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ലൈറ്റ് ചെയിൻ വന്നിട്ട് ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ പോയി ഡിപ്പോസിറ്റ് ആണെങ്കിൽ അമൈലോഡോസിസ്, യൂറിലൂടെ സെക്രീറ്റ് ആണെങ്കിൽ ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ, ട്യൂബ്യൂൾസിൽ പോയി ഒബ്സ്ട്രക്ട് ആണെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ആ കിഡ്നിനെ മൈലോമ കിഡ്നി എന്ന് പറയും. കാൽഷ്യം വന്നിട്ട് ട്യൂബ്യൂൾസിൽ ഉണ്ടാകാം. അപ്പൊ നമുക്ക് അവിടെ റീനൽ സ്റ്റോൺസ് ഫോം ചെയ്യാം. അത്രയായിരിക്കും മൾട്ടിപ്പിൾ മൈലോമയെ പറ്റിയിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ലിംഫോമയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സാർ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു സാർ. പറയൂ. തീർച്ചയായിട്ടും. CML നമ്മള് ഫിലാഡൽഫിയ ക്രോമസോം പോസിറ്റീവ് ആയിരിക്കുമല്ലോ പേഷ്യൻസിലെ. അത് എക്സെപ്ഷൻ ആയിട്ട് ജുവനൈൽ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിലെ ഫിലാഡൽഫിയ ക്രോമസോം നെഗറ്റീവ് ആയിരിക്കും. അത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്യാനായിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ജുവനൈലില് അത് ആബ്സെന്റ് ആയിരിക്കും അല്ലെ? അത് ആബ്സെന്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ജുവനൈൽ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ കേസുകളിലെ ഫിലാഡൽഫിയ ക്രോമസോം നെഗറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് 85 to 90% പേഷ്യൻസിലും നമുക്ക് ഫിലാഡൽഫിയ ക്രോമസോം പോസിറ്റീവ് ആയിരിക്കും നമുക്ക് കാണുന്നത് പേഷ്യൻസിൽ. ഓക്കെ സാർ.